മറിയമേ, കർത്താവിനോട് കൂടെ നീ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലം കർത്താവേ ശിഷ്യ വാഴ്ത്തപ്പെട്ടവൾ. പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നീ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. ദൈവമായ കർത്താവേ, ഈ നല്ല ദിവസത്തിനും നല്ല സന്ധ്യയ്ക്കായിട്ട് ഞങ്ങൾ പല സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവേ, ഞങ്ങൾക്ക് ഒരേ ലക്ഷ്യത്തോടുകൂടി പഠിക്കുവാനും കൂടുതലായിട്ട് ഗ്രഹിക്കുവാനുമുള്ള ആഗ്രഹത്താൽ നിന്റെ സന്നിധിയിൽ അടുത്തു വരുന്നു. പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറക്കുകയും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും ഞങ്ങൾക്ക് കൃപയും ജ്ഞാനവും പകർന്നു തരികയും ചെയ്യണമേ. സംബന്ധിക്കുന്ന എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്കും പിതാവിനും പരിശുദ്ധ സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. നമ്മുടെ ഗുഡ് ഈവനിങ് എവരിവൺ. ഇന്നത്തെ നമ്മുടെ പാഠം യൂണിറ്റ് 3-ന്റെ 3-ാമത്തെ പാഠമാണ്. പേജ് നമ്പർ 105. അതിനകത്തെ പേജ് അതാണോ എനിക്കറിയത്തില്ല. ഓക്കെ. ഈ പാഠത്തിന്റെ ടൈറ്റില് പാശ്ചാത്യ മിഷണറി പ്രവർത്തനം മൂലമുണ്ടായ ഇന്ത്യൻ സഭ എന്നുള്ളതാണ്. അപ്പോൾ പാശ്ചാത്യ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അവരുടെ പ്രവർത്തനങ്ങളിലൂടെ മലങ്കർ സഭയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സഭയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഈ പാഠത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. അതിന്റെ പ്രാരംഭം, അത് കഴിഞ്ഞിട്ട് ഫ്രാൻസിസ്കൻ സന്യാസിമാര്, ജസ്യൂത്തരുടെ ആഗമനം, അതായത് ജസ്യൂട്ടുകൾ, പിന്നെ ഫ്രാൻസിസ് സേവ്യർ, റോബർട്ട് ഡി നോബിലി, ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലെ വേല, ഇത്രയും കാര്യങ്ങൾ ഈ പാഠത്തിൽ കവർ ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രാരംഭം ഇതാണ്. 13ഉം 14ഉം നൂറ്റാണ്ടുകളിൽ വന്ന പാശ്ചാത്യ മിഷണറിമാർ കാര്യമായി ഇന്ത്യയിൽ ഒന്നും ചെയ്തില്ല. എന്നാൽ പോർച്ചുഗീസുകാരുടെ ആഗമനത്തെ തുടർന്ന് വീണ്ടും ധാരാളമായി മിഷണറിമാർ വരാൻ തുടങ്ങി. ഇന്ത്യയിലെ പല ഭാഗത്തും പാശ്ചാത്യ സഭയുടെ തുടക്കം കുറിച്ചു. അപ്പോൾ 13ഉം 14ഉം നൂറ്റാണ്ടുകളിൽ വന്ന മിഷണറിമാർ കാര്യമായിട്ട് ചെയ്തില്ല എന്നും, എന്നാൽ പോർച്ചുഗീസുകാർ 1498-ലാണല്ലോ, അതായത് 15-ാം നൂറ്റാണ്ടിന്റെ അവസാന വർഷങ്ങളിലാണ് പോർച്ചുഗീസുകാർ വരുന്നത്. അതിനുശേഷം പാശ്ചാത്യ മിഷണറിമാർ ധാരാളമായിട്ട് വരാൻ തുടങ്ങി. അവരുടെ വരവോടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അവരുടെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി. പോർച്ചുഗീസ് മിഷണറിമാർ പോർച്ചുഗീസ് ഗവൺമെന്റിനോട് സഹകരിച്ചാണ് പ്രവർത്തനം നടത്തിയത്. അപ്പോൾ 4 വിധത്തിൽ ചെയ്ത പ്രവർത്തനങ്ങൾ പ്രസ്താവ്യമാണ്. 1, പോർച്ചുഗീസുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിൽ ഉൾപ്പെട്ടിരുന്ന സ്ഥലങ്ങളിലെ പ്രവർത്തനം. 2, കടലോരങ്ങളിലെ മുക്കുവരെ ആകർഷിക്കുന്ന പ്രവർത്തനം. 3, ഇന്ത്യയുടെ ഉൾപ്രദേശങ്ങളിലെ വേല. 4, ക്രിസ്ത്യാനികൾ അധിവാസം മാറ്റിയതിലൂടെ വന്ന വളർച്ച. അപ്പൊ അതാണ് ഇതിന്റെ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നതായിട്ടുള്ള ഈ പാഠത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇപ്പോൾ പറഞ്ഞത്. മെയിനായിട്ട് പോർച്ചുഗീസുകാരുടെ പ്രവർത്തനങ്ങൾ, അതിലൂടെ എന്തെല്ലാം സംഭവിച്ചു, സഭയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ അതെങ്ങനെ ബാധിച്ചു എന്നുള്ളതാണ് നമ്മളിവിടെ കാണാനായിട്ട് പോകുന്നത്. ഒന്നാമത് നമ്മൾ കാണാൻ പോകുന്നത് ഫ്രാൻസിസ്കൻ സന്യാസിമാര്, ഫ്രാൻസിസ്കൻ മിഷണറിമാര്, അവരുടെ പ്രവർത്തനങ്ങൾ. 16-17 നൂറ്റാണ്ടുകളിലെ സുവിശേഷ വേല ചെയ്തത് റോമൻ കത്തോലിക്ക മിഷണറിമാരായിരുന്നു. 18-ാം നൂറ്റാണ്ടിൽ മാത്രമാണ് പ്രോട്ടസ്റ്റന്റ് മിഷണറിമാർ എത്തുന്നത്. അപ്പോൾ 16ഉം 17ഉം റോമൻ കത്തോലിക്കര്, 18-ാം നൂറ്റാണ്ടാകുമ്പോഴത്തേക്ക് പ്രോട്ടസ്റ്റന്റുകാര്. 1510-ൽ ഗോവ പോർച്ചുഗീസുകാരുടെ ഭരണകേന്ദ്രമായി മാറിയതിനു ശേഷം ഫ്രാൻസിസ്കരെ കൂടാതെ ജസ്യൂത്തരും ഡൊമിനിക്കരും ഓഗസ്റ്റീനരും കർമ്മലീത്തരും തിയാത്തിയരും ഗോവയിൽ അവരുടെ ആസ്ഥാനങ്ങൾ പണിതുറപ്പിച്ചു. അത് നിങ്ങൾ ഈ പാഠം നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു.
അപ്പോൾ ഈ ഗ്രൂപ്പുകളാണ് ഈ സന്യാസ മിഷണറിമാരുടെ പല ഗ്രൂപ്പുകളെ കുറിച്ചാണ് പറഞ്ഞത്. 1510 ഗോവയിൽ പോർച്ചുഗീസുകാരുടെ കേന്ദ്രമുണ്ടാകുന്നത്. ഗോവ, അതായത് 16th സെഞ്ചുറിയുടെ ആദ്യ ദശകം. അപ്പോൾ ആരൊക്കെയാണ്? ഫ്രാൻസിസ്കര്, ജെസ്വിത്തര്, ഡൊമിനിക്കര്, ഓഗസ്തീനര്, കർമ്മലീത്തര്, തിയാത്തിയര്. അപ്പൊ ഇവരുടെ എല്ലാം പ്രവർത്തനങ്ങൾ ഗോവ കേന്ദ്രമാക്കി ആരംഭിക്കുകയാണ്. പോർച്ചുഗീസുകാർ കൊച്ചിയിലും കൊല്ലത്തും കൊടുങ്ങല്ലൂരിലും അവരുടെ കോട്ടകൾ സ്ഥാപിച്ചു. ഈ സ്ഥലങ്ങൾ പ്രധാനമായും സുറിയാനിക്കാരുടെ കേന്ദ്രങ്ങളായിരുന്നു. 1510 ഗോവയിൽ ഭരണകേന്ദ്രം സ്ഥാപിച്ച് ഗോവയിലും ചുറ്റുമുള്ള ദ്വീപുകളിലും അവരുടെ പ്രവർത്തന ഫലമായി ഒരു വലിയ പങ്ക് മനുഷ്യർ ക്രിസ്തുമതം സ്വീകരിച്ചു. അപ്പൊ പ്രധാനമായിട്ട് ഇവർ കോട്ടകൾ സ്ഥാപിച്ചത് സുറിയാനി ക്രിസ്ത്യാനികൾ താമസിക്കുന്ന കൊച്ചിയിലും കൊല്ലത്തും കൊടുങ്ങല്ലൂരിലുമൊക്കെയാണ്. അങ്ങനെ അവരുടെ പ്രവർത്തനം വളരെ വിപുലമായിട്ട് അവർ ചെയ്തു. ധാരാളം ആളുകൾ, പ്രത്യേകിച്ച് ഈ സ്ഥലങ്ങളിലുള്ള ആളുകൾ ക്രിസ്തുമതം സ്വീകരിക്കുന്നതായിട്ട് കാണുന്നു. പോർച്ചുഗീസുകാർ കൊടുങ്ങല്ലൂരും പിന്നീട് വൈപ്പിക്കോട്ടയിലും സ്ഥാപിതമായ സെമിനാരികൾ നാട്ടു ക്രിസ്ത്യാനികളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തി മതപ്രചരണം ശക്തമാക്കുവാൻ വേണ്ടി ഉദ്ദേശിച്ചായിരുന്നു. എങ്കിലും അത് സുറിയാനിക്കാർക്ക് പ്രയോജനം ചെയ്തില്ല. അപ്പൊ 2 സെമിനാരികൾ ഉണ്ടാക്കി, കൊടുങ്ങല്ലൂരും പിന്നെ വൈപ്പിക്കോട്ടയിലും. അതെന്തിനു വേണ്ടിയാണ്? അവിടെ പഠിക്കുന്ന വൈദികരിലൂടെ അല്ലെങ്കിൽ വൈദിക വിദ്യാർത്ഥികളിലൂടെ ലത്തീൻ പാരമ്പര്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, അങ്ങനെ മലങ്കര സഭയെ അവരുടെ കാൽക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. പക്ഷെ അത് കാര്യമായിട്ട് ഫലപ്രാപ്തിയിലെത്തിയില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പകരം ലത്തീൻ പാരമ്പര്യത്തിലും ഇവർക്ക് പാരമ്പര്യത്തിലുള്ളവർക്ക് ഇത് പ്രയോജനപ്പെട്ടു. പകരം സുറിയാനി ക്രിസ്ത്യാനികൾ വലിയ പങ്കും കൊടുങ്ങല്ലൂർ വിട്ട് ഉൾപ്രദേശങ്ങളിലേക്ക് പ്രയാണം ചെയ്തു. കൊച്ചിയും കൊടുങ്ങല്ലൂരും അങ്ങനെ പോർച്ചുഗീസുകാരുടെ ആധിപത്യത്തിൽ എത്തിച്ചേർന്നു. അപ്പം എന്താ സംഭവിച്ചത്? ഈ സെമിനാരികൾ സ്ഥാപിച്ച് ലത്തീൻ പാരമ്പര്യം പഠിപ്പിക്കുവാൻ തുടങ്ങിയപ്പോൾ കൊടുങ്ങല്ലൂരും കൊച്ചിയിലുമുള്ള ക്രിസ്ത്യാനികള്, അതായത് അന്ന് നിലവിലുണ്ടായിരുന്ന സുറിയാനിക്കാര്, അവിടുന്ന് പലായനം ചെയ്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. അങ്ങനെ പോർച്ചുഗീസുകാരുടെ ആധിപത്യം കൊടുങ്ങല്ലൂരിലും കൊച്ചിയിലും വളരെ സുഗമമായിട്ട് നടക്കുവാനിടയായി. കൊല്ലത്തു നിന്നും സമാന രീതിയിൽ സുറിയാനിക്കാർ ഒഴിഞ്ഞുപോയി. കടലോരങ്ങളിൽ ഫ്രാൻസിസ്കൻ മിഷണറിമാരുടെ പ്രവർത്തന ഫലമായി ഒരു വിഭാഗം ക്രിസ്തുമതം സ്വീകരിച്ചു. ഫ്രാൻസിസ് സേവ്യറുടെ പ്രവർത്തന ഫലമായി മിക്കവാറും ഒന്നടങ്കം ആ പ്രദേശത്തുള്ളവർ റോമൻ കത്തോലിക്ക സഭയിൽ ചേർന്നു. ഫ്രാൻസിസ്കരും ജെസ്വിത്തരും ഒരേ സമയം തന്നെ തങ്ങളുടെ പ്രേക്ഷിത വേല തുടർന്നു. ഇവർ തമ്മിലുണ്ടാകാമാവുന്ന തർക്കങ്ങൾ ഒഴിവാക്കാൻ കൊല്ലത്തിന് തെക്കുള്ള പ്രദേശങ്ങൾ ജെസ്വിത്തർക്കും വടക്കുള്ള പ്രദേശങ്ങൾ ഫ്രാൻസിസ്കർക്കും 1601 ഗോവയിലെ വൈസ്രോയി വേർതിരിച്ചു കൊടുത്തു. അപ്പോൾ ഒരേ സമയത്ത് ഈ 2 ഗ്രൂപ്പുകൾ, ഡൊമിനിക്കൻസും ഫ്രാൻസിസ്കൻസും പ്രവർത്തിച്ചു. അവർ തമ്മിൽ ഒരുപക്ഷെ തർക്കം ഉണ്ടാകാൻ ഇടയായാൽ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അന്നത്തെ ഗോവൻ വൈസ്രോയി ഈ 2 സ്ഥലങ്ങളിലേക്ക് അവർക്ക് അവരുടെ ആധിപത്യം, അവരുടെ കേന്ദ്രങ്ങൾ മാറ്റിക്കൊടുക്കുന്നത്. ഡൊമിനിക്കൻസിന് കൊല്ലത്തിന് തെക്കുള്ള പ്രദേശങ്ങൾ ജെസ്വിത്തർക്കും, ഡൊമിനിക്കൻസ് അല്ല ജെസ്വിത്തർക്കും, വടക്കുള്ള പ്രദേശങ്ങൾ ഫ്രാൻസിസ്കർക്കും വിട്ടുകൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജെസ്വിത്തരുടെ ആഗമനം. ജെസ്വിത്തര് വരുന്നു, ജെസ്യൂട്ടുകൾ. ഫ്രാൻസിസ് സേവ്യർ എന്ന ജെസ്വിറ്റ് മിഷണറി 1541 പോൾ മൂന്നാമൻ പാപ്പായുടെ നിയോഗം അനുസരിച്ചാണ് അദ്ദേഹത്തിന്റെ പ്രതിനിധിയായി ഗോവയിലെത്തി. അതോടെ ജെസ്വിത്തരുടെ വേല ഇന്ത്യയിൽ ആരംഭിച്ചു. അത് 1541 അത് മാർപ്പാപ്പ തന്നെ അദ്ദേഹത്തിന്റെ പ്രതിനിധിയായിട്ട് അയക്കുന്നതാണ് ഫ്രാൻസിസ് സേവ്യറെ. അദ്ദേഹം ഗോവയിലെത്തുകയും അതോടെ ജെസ്യൂട്ടുകളുടെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. മൈലാപ്പൂരിലും നാഗപട്ടണത്തും അവർ വേല വ്യാപിപ്പിച്ചു. വ്യാപാരവും മതപ്രചരണവും ആയിരുന്നു അവരുടെ ഉദ്ദേശം. അപ്പോൾ 2 കാര്യങ്ങൾ, വ്യാപാരവും മതപ്രചരണവും. ഓഗസ്റ്റീനർ, ഡൊമിനിക്കൻസ്, ഫ്രാൻസിസ്കൻസ് ആൻഡ് ജെസ്യൂട്ട്സ്, ഈ 4 വിഭാഗവും അവിടുത്തെ വേലയിൽ ഏർപ്പെട്ടു, മൈലാപ്പൂരിലും നാഗപട്ടണത്തിലും. നാഗപട്ടണത്തിനടുത്തുള്ള വേളാങ്കണ്ണി അന്ന് ആരംഭിച്ച
മുക്കുവരെ ഉദ്ദേശിച്ചുള്ള ഒരു ചെറിയ ചാപ്പലായിരുന്നു. നമുക്കറിയാം ഇപ്പോഴത്തെ അതിന്റെ അവസ്ഥ വളരെ പ്രസിദ്ധി ആർജിച്ച വേളാങ്കണ്ണി തീർത്ഥാടന കേന്ദ്രമായിട്ട് ഇത് രൂപാന്തരപ്പെടുകയാണ്. എന്നാൽ ഇത് ആരംഭിച്ചത് 16-ാം നൂറ്റാണ്ടിലാണ്. മൈലാപ്പൂരും മദ്രാസും അക്കാലത്ത് പ്രസിദ്ധി ആർജിച്ചു. മൈലാപ്പൂർ മാർത്തോമാ ശ്ലീഹായുടെ നാമം വഹിക്കുന്ന ഒരു ഭദ്രാസനമായി തീർന്നു. 1642-ൽ കപ്പൂച്ചിൻ സന്യാസിമാരുടെ പ്രവർത്തന ഫലമായി മൈലാപ്പൂർ ഒരു ക്രൈസ്തവ കേന്ദ്രമായി വളർന്നു. എന്നാൽ വേളാങ്കണ്ണി പോലെ മൈലാപ്പൂർ പുരോഗമിച്ചില്ല. അതൊക്കെ വളരെ കാഷ്വലായിട്ട് നമുക്ക് ചിന്തിച്ചാൽ മതി. അതിനൊന്നിനത് വലിയ കാര്യം പ്രസക്തിയുള്ളതല്ല. കർണാടകയുടെ തീരപ്രദേശങ്ങളിലും പോർച്ചുഗീസുകാർ കോട്ടകൾ പണിതു. അറബികളുടെയും മറ്റും കടൽ കൊള്ളയിൽ നിന്നും തീരപ്രദേശത്തുള്ളവർക്ക് സംരക്ഷണം ലഭിക്കുവാൻ സഹായമായി തീർന്നു. അപ്പൊ ഈ കർണാടകത്തിന്റെയും അല്ലെങ്കിൽ കേരളത്തിന്റെയും കൊല്ലം അതുപോലുള്ള സ്ഥലങ്ങളിലുള്ള തീരപ്രദേശങ്ങളിലുള്ള മുക്കുവരെ സ്വാധീനിക്കുവാൻ സാധിച്ചത് എങ്ങനെയാന്ന് ചോദിച്ചാല്, അന്ന് അറബികളും മറ്റും അവിടെ നിന്നുള്ള കടൽ കൊള്ളക്കാര് ഈ മീൻപിടുത്തക്കാരെയും മുക്കുവന്മാരെയും വളരെയേറെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഈ പോർച്ചുഗീസുകാരുടെ സഖ്യമുണ്ടായാൽ അങ്ങനെയുള്ളവരിൽ നിന്ന് ഒരു വിടുതൽ, ഒരു രക്ഷയുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ തീരപ്രദേശങ്ങളൊക്കെ പോർച്ചുഗീസുകാര് പിടിച്ചടക്കുന്നത്. 1558-ൽ മംഗലാപുരം പിടിച്ചു. എന്നാൽ 1563-നും 1567-നും ഇടയിൽ ഇക്കേരിയിൽ നായക് പോർച്ചുഗീസ് കോട്ടകൾ പിടിച്ചെടുത്തു. വിദേശീയരായ വൈദികരെ അവിടെ നിന്ന് ഓടിച്ചു. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ 16-ാം നൂറ്റാണ്ടിന്റെ ഏതാണ്ട് പകുതി കഴിയുന്ന സമയത്തേക്ക് ഇക്കേരിയിലെ നായക് എന്ന് പറയുന്ന ഒരു നേതാവ്, അത് നാട്ടുകാരനാണ്, പോർച്ചുഗീസുകാരുടെ കോട്ടകൾ അദ്ദേഹം പിടിച്ചെടുത്തു. വിദേശീയരായ വൈദികരെയൊക്കെയും അവിടെ നിന്ന് തുരത്തി. അവർ തങ്ങളുടെ വേല ഇൻഡസ് നദി വരെയും വ്യാപിപ്പിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ പല എതിർപ്പുകളും നേരിടേണ്ടി വന്നതിനാൽ 16-17 നൂറ്റാണ്ടുകളിൽ ആ പ്രദേശങ്ങളിൽ സഭ കാര്യമായി വളർന്നില്ല. അപ്പൊ ഈ നമ്മൾ കണ്ടത് ജസ്യൂത്തർ അല്ലെങ്കിൽ ജസ്യൂട്ടുകളുടെ പ്രവർത്തനത്തെ കുറിച്ചാണ് കണ്ടത്. അടുത്തത് ഫ്രാൻസിസ് സേവ്യർ. 1542 മുതൽ 1553 വരെ ഏതാണ്ട് 11 വർഷം ഇന്ത്യയിൽ ജസ്യൂത്തരുടെ വേലയ്ക്ക് നേതൃത്വം നൽകിയത് ഫ്രാൻസിസ് സേവ്യർ ആണ്. ജസ്യൂട്ട് സമൂഹത്തിന്റെ സ്ഥാപകനായ ഇഗ്നേഷ്യസ് ലയോളായുടെ കൂടെ പ്രവർത്തിച്ച് അദ്ദേഹം പോർച്ചുഗീസുകാരനായിരുന്നില്ല. ഫ്രാൻസിലെ സവാറ എന്ന സ്ഥലത്ത് ജനിച്ചയാളായിരുന്നു. ഗോവയിൽ കുറെ കാലം സെന്റ് പോൾസ് കോളേജിൽ പ്രവർത്തിച്ച ശേഷം 1544 കേരളത്തിൽ എത്തിച്ചേർന്നു. തിരുവിതാംകൂറിന്റെ തീരപ്രദേശങ്ങളിൽ അദ്ദേഹം ചെയ്ത വേലയുടെ ഫലമായി 10,000-ത്തിലധികം പേരെ ഒരു മാസത്തിനകം അദ്ദേഹം മാമോദിസ നൽകി സഭയിൽ ചേർത്തതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇഗ്നേഷ്യസ് ലയോള എന്ന് പറയുന്നത് ഒരു വലിയ നേതാവാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഇദ്ദേഹം പോർച്ചുഗീസുകാരനായിരുന്നില്ല, ഫ്രാൻസിൽ നിന്നുള്ള ആളാണ്. അദ്ദേഹം വന്ന് വളരെ ചുറുചുറുക്കോടെ അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായിട്ട് പെട്ടെന്ന് തന്നെ ധാരാളം ആളുകൾ ക്രൈസ്തവ സഭയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടു, മാമോദിസ സ്വീകരിച്ചു. അതാണ് ഇവിടെ നമ്മൾ കണ്ടത്. പിന്നീട് മൈലാപ്പൂർ സന്ദർശിക്കുകയും മലാക്കായിൽ വേലയ്ക്കായി പോവുകയും 1548-ൽ ഇന്ത്യയിൽ തിരിച്ചെത്തുകയും ചെയ്തു. 1549 മുതൽ 1551 വരെ ജപ്പാനിൽ പ്രവർത്തിച്ച ശേഷം ഇന്ത്യയിൽ വീണ്ടും തിരിച്ചെത്തി ഇന്ത്യ ജസ്യൂത്ത് സമൂഹത്തിന്റെ വിദേശ പ്രോവിൻസ് നേതാവായി. പിന്നീട് അദ്ദേഹം ചൈന സന്ദർശിക്കാൻ ആഗ്രഹിച്ചെങ്കിലും സാധിക്കാതെ നിര്യാണം പ്രാപിച്ചു. അപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല, അദ്ദേഹം മലാക്കയിലും അതുപോലെ തന്നെ ജപ്പാനിലും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്ത്യ ജസ്യൂത്ത് സമൂഹത്തിന്റെ ഒരു വിദേശ പ്രോവിൻസ് നേതാവായിട്ട് അവരോധിക്കപ്പെട്ടു. അത്രമാത്രം ഉയർന്ന ഒരു സ്ഥാനത്തെത്തിയ അദ്ദേഹം ചൈനയും സന്ദർശിക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും സാധിക്കാതെ അദ്ദേഹം ഈ ലോകവാസം വെടിയുകയാണ് ചെയ്തത്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും അദ്ദേഹം ദത്തശ്രദ്ധനായിരുന്നു. സാധുക്കളെ സ്നേഹിച്ച് വിദ്യാഭ്യാസത്തിലൂടെ അവരുടെ ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചു. റോമൻ കത്തോലിക്ക സഭയോടൊപ്പം ഇതര സമൂഹങ്ങളും അദ്ദേഹത്തെ ആദരിക്കുന്നു. പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിന്റെ നാമത്തിൽ തീർത്ഥാടന കേന്ദ്രങ്ങളും ദേവാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കാണാവുന്നതാണ്. ഇപ്പം ഫ്രാൻസിസ് സേവ്യർ എന്ന് പറയുന്നത് ഒരു വിശുദ്ധനായിട്ടാണ് കത്തോലിക്ക സഭയിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പേരിൽ അനേകം സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും
ആതുര സാധുക്കളെ സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങളും അതുപോലെയുള്ള പല സ്ഥാപനങ്ങളും കാണുവാനായിട്ട് സാധിക്കും. ക്രിസ്ത്യാനികൾ മാത്രമല്ല, കത്തോലിക്കർ മാത്രമല്ല അദ്ദേഹത്തെ ആദരിക്കുന്നത്. എല്ലാവരും അദ്ദേഹത്തെ ഒരു വിശുദ്ധനായിട്ട് കാണുന്നുണ്ട് എന്ന് നമുക്ക് പറയാവുന്നതാണ്. അടുത്തത് റോബർട്ട് ഡി നോബിലി എന്ന് പറയുന്ന മറ്റൊരു മിഷണറിയാണ്. ഇദ്ദേഹം ഇറ്റാലിയനായ ഒരു ജസ്വിത്തനായിരുന്നു. ഇന്ത്യയിൽ സുവിശേഷ പ്രചരണം നടത്തുന്നവർ ഇന്ത്യയുമായി താതാത്മ്യം പ്രാപിക്കണമെന്നുള്ള ആശയം ആദ്യമായി പറയുകയും ആ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്ത ആളായിരുന്നു റോബർട്ട് ഡി നോബിലി. 1606 അദ്ദേഹം മധുര കേന്ദ്രമാക്കി പ്രവർത്തനം ആരംഭിച്ചു. ക്രിസ്തു മതം വേണ്ട രീതിയിൽ വേരൂന്നിയിട്ടില്ലെന്നും അത് സാധുക്കളായ മനുഷ്യരുടെ ഇടയിലല്ലാതെ ഉത്കൃഷ്ട ജാതിയിൽപ്പെട്ടവരെ സ്പർശിച്ചിട്ട് പോലുമില്ല എന്നും അദ്ദേഹം കണ്ടെത്തി. ഇന്ത്യയിലെ ജനങ്ങൾ ക്രിസ്തീയത ഒരു വിദേശ മതമായി കണ്ടിരുന്നത് കൊണ്ട് അതിനോട് ചേരുവാൻ പലർക്കും വൈമുഖ്യമായിരുന്നു. അതുകൊണ്ട് വേഷം, ഭാഷ, സംസ്കാരം എന്നിങ്ങനെ മിഷണറിമാർ അനുവർത്തിച്ചു വന്ന സംഗതികൾ മാറ്റി മിഷണറിമാർ ഇന്ത്യൻ ജീവിതവുമായിട്ട് ചേർന്ന് പോകണമെന്നും ഇന്ത്യയിലെ ഹിന്ദുക്കൾ ജാതിയുടെ അടിസ്ഥാനത്തിൽ സ്ഥിതി ചെയ്തിരുന്നത് സഭയിലും ഒരു പരിധി വരെ നടപ്പിലാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. അപ്പം ഇന്ത്യയിലെ മിഷണറി പ്രവർത്തനങ്ങൾ സുഗമമാകണമെങ്കിൽ, അല്ലെങ്കിൽ അത് സ്വീകാര്യമാകണമെങ്കിൽ, ഇന്ത്യയിലെ മനുഷ്യരുമായിട്ട് ഇടപഴകി അവരുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് അവരെ പോലെ ജീവിക്കുവാനായിട്ട് ശ്രമിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകൂ എന്ന് അദ്ദേഹം കണ്ടെത്തി. കാരണം ഇന്ത്യയിലുള്ള മനുഷ്യർ വിചാരിച്ചിരുന്നത് ഇതൊരു വിദേശ മതമാണ്, അതിനോട് സഹകരിക്കാൻ പാടില്ല എന്നാണ്. ക്ഷത്രിയന്റെ വേഷവും പൂണൂലും കുടുമിയും ധരിച്ച് ലളിത ജീവിതം തിരഞ്ഞെടുത്ത് ഹിന്ദു സമുദായത്തിലെ ഉയർന്ന ജാതിയിൽപ്പെട്ടവരുമായി സമ്പർക്കം പുലർത്തി താനൂർ രാജാവിന്റെ ഹൈന്ദവ രീതികൾ ഉപേക്ഷിക്കാതെ തന്നെ വേഷപ്പകിട്ടിനുള്ളിൽ ഒരു കുരിശ് മാത്രം ധരിച്ചാൽ മതിയെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു ക്ഷത്രിയനായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചു. പൂണൂലും കുടുമിയും അതുപോലെ വേഷവും എല്ലാം ഒരു ക്ഷത്രിയന്റെ വേഷം ധരിച്ചു. അദ്ദേഹം ഒരു രാജാവിനെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തോട് പറഞ്ഞു ഹൈന്ദവ രീതിയിൽ തന്നെ ജീവിച്ചാൽ മതി. അദ്ദേഹത്തിന്റെ വേഷങ്ങൾക്കുള്ളിൽ, അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾക്കുള്ളിൽ ഒരു കുരിശ് മാത്രം ധരിച്ചാൽ മതി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ ആകർഷിക്കുന്നുണ്ട്. ഈ രീതിയിൽ സംസ്കൃതം, തമിഴ്, തെലുങ്ക് ഭാഷകൾ പഠിച്ച് ഭാരതീയ സംസ്കാരവും ചിന്താ പാരമ്പര്യവും വശമാക്കി അതിലൂടെ ഇന്ത്യൻ ജനതയുടെ ആത്മീയതയെ ക്രിസ്തു മതം ഉൾക്കൊള്ളുന്ന സത്യങ്ങളുമായി സംയോജിപ്പിച്ച് അവയെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് സുഗ്രാഹ്യമാക്കുവാൻ അദ്ദേഹം പരിശ്രമിച്ചു. അപ്പൊ ഭാഷ പഠിച്ചു, സംസ്കാരം പഠിച്ചു, പാരമ്പര്യങ്ങൾ വശമാക്കി അങ്ങനെ ഇന്ത്യൻ ജനതയുടെ ആത്മീയതയെ ക്രിസ്തീയ മതവുമായി ഉൾക്കൊള്ളുന്ന സത്യങ്ങളുമായിട്ട് സംയോജിപ്പിച്ചു. അത് രണ്ടും തമ്മിൽ യോജിപ്പിക്കാവുന്നിടത്തെല്ലാം അദ്ദേഹം യോജിപ്പിച്ച് അങ്ങനെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് സ്വീകാര്യവും സുഗ്രാഹ്യവുമായ ഒരു മിഷണറി രീതി അദ്ദേഹം അവലംബിക്കുകയാണ് ചെയ്തത്. ഈ രീതി വിമർശന വിധേയമായി എങ്കിലും ഇന്ത്യയിലെ ജസ്വിത് സമൂഹത്തിന്റെ പ്രൊവിൻഷ്യലും മധുരയിൽ അധികാരമുണ്ടായിരുന്ന കൊടുങ്ങല്ലൂർ ബിഷപ്പും അദ്ദേഹത്തെ പിന്തുണച്ചു. 1623 ഗ്രെഗറി 15 പാപ്പായും ഈ മാർഗം അംഗീകരിച്ചു. അദ്ദേഹത്തിന്റെ മധുര മിഷൻ 1660 ആയപ്പോഴേക്കും തൃശ്ശിനാപ്പള്ളി, ഡിണ്ടിഗൽ, തഞ്ചാവൂർ എന്നിവിടങ്ങളിൽ നിന്ന് 11,198 മതപരിവർത്തനങ്ങൾ നടത്തിയതായിട്ട് പറയുന്നു. അപ്പോൾ ഈ അദ്ദേഹം കൊണ്ടുവന്നതായിട്ടുള്ള, അഡാപ്റ്റ് ചെയ്തതായിട്ടുള്ള ഈ പ്രവർത്തന രീതി അത് പോപ്പ് മുതൽ മറ്റുള്ളവരെല്ലാവരും അംഗീകരിച്ചു, അതിനൊരു അംഗീകാരം ലഭിച്ചു. അങ്ങനെ ഈ പറയുന്ന സ്ഥലങ്ങളിൽ തഞ്ചാവൂര്, തൃശ്ശിനാപ്പള്ളി, ഡിണ്ടിഗൽ അങ്ങനെയുള്ള മധുരയുമായിട്ട് ബന്ധപ്പെട്ട മധുരയുടെ സമീപ പ്രദേശങ്ങളെല്ലാം നല്ലവണ്ണം ക്രിസ്ത്യാനികളുടെ ഒരു വലിയ സ്വീകാര്യം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അങ്ങനെ അനേകം 10,000 ആളുകളെ അദ്ദേഹം മതപരിവർത്തനം ചെയ്യുകയുണ്ടായി. അടുത്തത് ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലെ വേല. ഈ കാലത്ത് ഇന്ത്യയുടെ വടക്കൻ ഭാഗത്ത് മുഗളന്മാരുടെ ഭരണമായിരുന്നു. അക്ബർ എല്ലാ മതങ്ങളെയും കുറിച്ച് മനസ്സിലാക്കുവാൻ അഭിലഷിക്കുകയും എല്ലാവർക്കും സ്വീകാര്യമാകുന്ന ഒരു മതസംഹിത നിർമ്മിക്കണമെന്നും ആഗ്രഹിച്ചത്. 1556
1605 വരെയുള്ള അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ ക്രൈസ്തവ മിഷണറിമാരെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. 1578 ജൂലിയൻ പെരേര എന്ന റോമൻ കാത്തലിക് വൈദികനും പിന്നീട് ജസ്വിതരായ അക്വവിവായുടെയും നേതൃത്വത്തിൽ 3 പണ്ഡിതരും പലതവണയായി സംരംഭം നടന്നുവെങ്കിലും അക്ബറിൽ മാറ്റമുണ്ടാക്കാൻ സാധിച്ചില്ല. അപ്പൊ അക്ബർ ഒരു ദേശീയനായ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, വളരെ ലിബറലായിട്ട് മറ്റുള്ളവരെ കൂടി ഇൻക്ലൂസീവായിട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിച്ച ഒരാളാണ്. ഒരു നല്ല മുസ്ലിം ആണെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അദ്ദേഹം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും മറ്റുള്ളവരുടെ മതങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അതിൻ്റെ നല്ല കാര്യങ്ങൾ സ്വീകരിക്കാനൊക്കെ ആഗ്രഹിച്ച ആളാണ്. അതുകൊണ്ട് പല സന്ദർഭങ്ങളിലായിട്ട് ഈ മിഷണറിമാര് അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അതിനുള്ള അവസരം അദ്ദേഹം ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ അക്ബറിൽ നിന്ന് ഒരു മാറ്റവും ഉണ്ടാകുവാൻ സാധിച്ചില്ല. പക്ഷേ ഇതിന്റെ ഫലമായി ആഗ്ര, ഡൽഹി, ലാഹോർ, പാറ്റ്ന ആദ്യ സ്ഥലങ്ങളിൽ ദേവാലയങ്ങൾ സ്ഥാപിതമായി. പിന്നീട് വന്ന ഷാജഹാൻ ക്രൈസ്തവരെ പീഡിപ്പിക്കുകയും പള്ളികൾ അടച്ചുപൂട്ടുകയും ചെയ്തു. ഷാജഹാൻ നമുക്കറിയാം, താജ്മഹൽ നിർമ്മിച്ച ആളാണ്. അദ്ദേഹം ഒരു തീവ്രവാദിയായിരുന്നു എന്ന് വേണമെന്ന് ചിന്തിക്കാം. കാരണം ക്രൈസ്തവരെ പീഡിപ്പിക്കുകയും പള്ളികളൊക്കെ അടച്ചുപൂട്ടുകയും ചെയ്ത ഒരാളാണ് അയാൾ. അപ്പോൾ അതാണ് ഈ ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലെ, ഇപ്പം തെക്കേ ഇന്ത്യയിൽ നമ്മൾ കണ്ടു, വടക്കേ ഇന്ത്യയിൽ സംഭവിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ബംഗാളിൽ വേലയിൽ ഏർപ്പെട്ടത് ഓഗസ്തീനിയരായിരുന്നു. അവരുടെ പ്രവർത്തന ഫലമായി 1620 ആയപ്പോഴേക്കും 14,000-ഓളം ക്രിസ്ത്യാനികളുണ്ടായി. 1641 ഷാജഹാൻ നിരോധനം പിൻവലിച്ചു. ഗോവ കേന്ദ്രമാക്കി പോർച്ചുഗീസുകാർ ചെയ്തതെല്ലാം മലങ്കര സഭയെ ഗോവയുടെ കീഴിലാക്കി തീർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ ഓഗസ്തീനിയർ എന്ന് പറയുന്ന ആളുകൾ അത് വേറൊരു ഗ്രൂപ്പാണ്. അവര് ബംഗാളിൽ പ്രവർത്തിച്ചു. നല്ല ഒരു സമൂഹം, നല്ല ഒരു നമ്പർ ഓഫ് ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ കൺവേർട്ടുകൾ അവിടെ കൺവേർട്സ് ഉണ്ടായി. പിന്നീട് ഷാജഹാൻ നിരോധനം പിൻവലിച്ചു. അങ്ങനെയൊക്കെ ആ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപിക്കുവാനിടയായി. എന്നാൽ ഇതിന്റെ എല്ലാം പിറകിലുള്ള ഇവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, പോർച്ചുഗീസുകാർ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും മലങ്കര സഭയെ ഗോവയുടെ കീഴിലാക്കി തീർക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ആയിരുന്നു. അതാണ് ഈ പാഠം. ഇത്രയുമാണ് നമ്മൾ ഈ പാഠത്തിൽ കാണുന്നത്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ഇതിനെക്കുറിച്ച്? വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇല്ല. യൂണിറ്റ് 3 പാഠം 4. നിങ്ങള് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊരു ഒരു ചോദ്യം ഇതിനകത്തുള്ളതേ, ഈ ക്ഷത്രിയന്മാരുടെ വേഷമാണോ ഈ പൂണൂലും ഒക്കെ ഉള്ളത്? അത് ബ്രാഹ്മണരുടെ ബ്രാഹ്മണരുടെ വേഷം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല, ഈ ആശാരിമാരും ഈ പിന്നെ സ്വർണ്ണപ്പണിക്കാര് അതുപോലുള്ള ആളുകളൊക്കെ അവരും പൂണൂലിടാറുണ്ട്. അപ്പൊ അത് അവരുടെ ഒരു പിന്നെ സിഗ്നേച്ചർ എന്നുള്ളതേ ഉള്ളൂ. അത് കണ്ടിട്ടുണ്ടോ? അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടോ? ഇതിനകത്ത് ബ്രാഹ്മണന്മാരാ വെക്കുന്നുള്ളത് കണ്ടിട്ടുണ്ട്. രീതിയിലുള്ള പൂണൂല് ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടത്. ഓക്കെ, പോകാം അടുത്തതിലേക്ക്. എനിക്ക് പറഞ്ഞാൽ ഇന്ത്യയിലെ ക്രിസ്ത്യവേലയുടെ ചുക്കാൻ മെയിനായിട്ട് പിടിച്ചത് പോർച്ചുഗീസുകാരും അത് 16 17 നൂറ്റാണ്ടുകളില്. 18-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്ക് ഇവര് ഡച്ചുകാർ വരുന്നുണ്ട്, പിന്നെ ബ്രിട്ടീഷുകാർ വരുന്നുണ്ട്. അപ്പോഴത്തേക്കും അത് പ്രൊട്ടസ്റ്റന്റ് രീതിയിലാക്കി മാറുകയാണ്. പക്ഷെ ഇവരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് അവഗണിക്കാൻ പറ്റത്തില്ല. ആയിരക്കണക്കിന് ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളാക്കി. ഇന്ന് എവിടെയെങ്കിലുമൊക്കെ ക്രിസ്ത്യാനികൾ ഉണ്ടെങ്കിൽ അവരുടെ പ്രവർത്തന ഫലമായിട്ട് ഉണ്ടായതാണ്, സംശയമൊന്നുമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളാരും അങ്ങനെ കാര്യമായിട്ടുള്ള മിഷണറി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല. ഗോവയിൽ നല്ല ശതമാനം. ഓക്കെ, പാഠം 3
യൂണിറ്റ് 3 പാഠം 4 16, 17, 18 നൂറ്റാണ്ടുകളിലെ കേരളത്തിന്റെ രാഷ്ട്രീയ സ്ഥിതി. അതാണ് ഈ പാഠം. പ്രാരംഭം, പോർച്ചുഗീസ് കൊച്ചിയെ സ്വാധീനിച്ച വിധം, ഡച്ചുകാരുടെ ആധിപത്യം, തിരുവിതാംകൂറിന്റെ വളർച്ച, ദക്ഷിണേന്ത്യ വിദേശാധീനതയിൽ. ഇത്രയും കാര്യങ്ങൾ ഇതിൽ ഈ പാഠത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പ്രാരംഭം, ചേരമാൻ പെരുമാക്കന്മാരെ തുടർന്ന് 10-ാം നൂറ്റാണ്ടായപ്പോഴേക്കും അത് ഐക്യം നഷ്ടപ്പെട്ട അവസ്ഥയിൽ എത്തിയിരുന്നു. ഈ അവസ്ഥയിലാണ് പോർച്ചുഗീസുകാർ എത്തുന്നത്. അതിനെ തുടർന്ന് ഇന്ത്യ സ്വതന്ത്രയാകുന്നതുവരെ കേരളവും തെക്കേ ഇന്ത്യ ആകമാനവും വിദേശ ശക്തികളുടെ അധീനതയിലായിരുന്നു. ഇപ്പൊ ചേരമാൻ പെരുമാക്കന്മാരുടെ ഭരണകാലം കഴിയുമ്പോൾ കേരളത്തിലെ അന്നത്തെ ഈ ചെറു രാജ്യങ്ങൾ, രാജ്യങ്ങൾ അങ്ങനെയുള്ള പരസ്പരം വിഘടിച്ചും വിരോധിച്ചും നിൽക്കുന്ന ഒരു സമൂഹമായിരുന്നു കേരളം. ഒരു യാതൊരു ഐക്യവുമില്ലാതെ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഇവരുടെ വരവ്, പോർച്ചുഗീസുകാരുടെ വരവ്. അത് നല്ലവണ്ണം അവർ മുതലെടുക്കുന്നുണ്ട്. പോർച്ചുഗീസുകാർ കൊച്ചിയെ സ്വാധീനമാക്കുന്ന വിധം എന്താണെന്ന് നോക്കാം. 1498 വാസ്കോഡ ഗാമ വരുമ്പോൾ കേരളത്തിൽ നാട്ടുരാജാക്കന്മാരും ഇടപ്രഭുക്കന്മാരുമായി 50ഓളം പേർ അവരവരുടേതായിട്ടുള്ള ആഭ്യന്തര സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്നു. എന്നാൽ അവരെല്ലാം തന്നെ അന്നുണ്ടായിരുന്ന കേരളത്തിലെ പ്രമുഖരായിരുന്ന 3 രാജാക്കന്മാരിൽ ഒരാളുടെ അധീശത്വം അംഗീകരിച്ചിരുന്നു. കോഴിക്കോടിന്റെ സാമൂതിരിയും കണ്ണൂരിന്റെ കോലത്തിരിയും തിരുവിതാംകൂറിന്റെ തിരുവടിയുമായിരുന്നു അവർ അവർ കൊച്ചി അവരോടൊപ്പം നില പ്രാപിച്ചിരുന്നില്ല. അപ്പൊ ഈ 4 രാജ്യങ്ങൾ, കണ്ണൂര്, കോഴിക്കോട്, കൊച്ചി, തിരുവിതാംകൂർ. പക്ഷെ കൊച്ചി മാത്രം അത്രമാത്രം വലിയ പ്രാധാന്യം നേടിയിരുന്നില്ല. കണ്ണൂര് കോലത്തിരിയുടെയും കോഴിക്കോട് സാമൂതിരിയുടെയും അതുപോലെ തിരുവിതാംകൂർ തിരുവടിയുടെയും അധീനതയിലായിരുന്നു. അപ്പൊ ഈ ചെറു രാജ്യങ്ങളെല്ലാം ഈ 3 പേരിൽ ആരുടെയെങ്കിലും കീഴിലായിരുന്നു. അങ്ങനെയുള്ള ഒരവസ്ഥയാണ് കേരളത്തിന്റെ അന്നത്തെ രാഷ്ട്രീയ സ്ഥിതി. പോർച്ചുഗീസുകാർക്ക് സാമൂതിരിയുടെ അനുകൂല നിലപാട് ലഭിക്കാതെ വന്നതിനാൽ അവർ കോലത്തിരിയെയും കൊച്ചി രാജാവിനെയും സമീപിച്ചു. സാമൂതിരിയുമായി സൗഹാർദ്ദത്തിലല്ലായിരുന്ന കൊച്ചി രാജാവ് ഈ അവസരം മുതലാക്കി തന്റെ പ്രാധാന്യം വളർത്തിയെടുക്കുവാൻ ആഗ്രഹിച്ചു. അവരുമായി സഖ്യതയിലായി. അത് മനസ്സിലാക്കുന്നുണ്ടല്ലോ അല്ലെ? സാമൂതിരിയും കൊച്ചി രാജാവും തമ്മിൽ വൈരാഗ്യത്തിലായിരുന്നു. അത് മുതലെടുക്കുകയാണ് ഈ പോർച്ചുഗീസുകാർ. തമ്മിൽ യോജിപ്പില്ലാതിരുന്ന നാട്ടുരാജാക്കന്മാരുടെ അന്നത്തെ സാഹചര്യം പോർച്ചുഗീസുകാർ വേണ്ടവണ്ണം പ്രയോജനപ്പെടുത്തി. കേരളവും ദക്ഷിണേന്ത്യ മുഴുവനും 1.5 നൂറ്റാണ്ടോളം അവർ അടക്കി ഭരിച്ചു. അത് സുറിയാനി ക്രിസ്ത്യാനികളെ സാരമായി ബാധിക്കുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾ പ്രധാനമായും കൊച്ചി രാജാവിന്റെയോ അദ്ദേഹത്തിന്റെ ഇടപ്രഭുക്കളുടെയോ പ്രദേശങ്ങളിലാണ് കഴിഞ്ഞിരുന്നത്. വില്യാർവട്ടം തിരോധാനം ചെയ്തതോടെ ക്രൈസ്തവരുടെ സംരക്ഷണം കൊച്ചി രാജാവ് നിർവഹിക്കുവാൻ കടപ്പെട്ടിരുന്നു. ഈ വില്യാർവട്ടം എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ രാജാവിനെ കുറിച്ച് നമ്മൾ നേരത്തെ കേട്ടതാണ്. അദ്ദേഹം കഴിഞ്ഞപ്പോൾ പിന്നെ അതിന്റെ പിന്തുടർച്ചയൊന്നും ഉണ്ടായില്ല. പിന്നെ ക്രിസ്ത്യാനികളെ സംരക്ഷിക്കേണ്ട ചുമതല കൊച്ചി രാജാവിനായിരുന്നു. അതുകൊണ്ട് എന്നാലും സാമൂതിരിയെ കീഴ്പ്പെടുത്തുവാൻ പോർച്ചുഗീസുകാരുമായി സൗഹാർദ്ദത്തിലായിരുന്ന കൊച്ചി രാജാവിൽ നിന്നും അവർക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സംരക്ഷണം ലഭിച്ചില്ല. ചെറു രാജ്യങ്ങൾ ഒന്നിച്ചു നിന്ന് പോർച്ചുഗീസ് ശക്തികളെ എതിർക്കാൻ ആരും മുതിർന്നതുമില്ല. അപ്പൊ പോർച്ചുഗീസ് ശക്തികള് ഇത് കഴിയുന്നത്ര മാക്സിമം അവർ മുതലെടുക്കുകയാണ്. കാരണം ഇവിടെ പരസ്പരം ഐക്യമില്ലാതെ കിടന്ന ഈ ചെറുനാട്ടു രാജ്യങ്ങൾ അവർക്ക് ഒരുമിച്ച് നിന്ന് പോർച്ചുഗീസിനെ എതിർക്കാനും അവരാരും മെനക്കെട്ടില്ല. അതാണ് അന്നത്തെ അവസ്ഥ. ഡച്ചുകാരുടെ ആധിപത്യം. പോർച്ചുഗീസുകാരുടെ ആധിപത്യം ശാശ്വതമായിരുന്നില്ല. 1604 പോളണ്ടിൽ നിന്നും ഒരു കച്ചവട സൈന്യം കോഴിക്കോട്ടെത്തി. കൊച്ചി രാജാവിനോടുള്ള പക തീർക്കാൻ കാത്തിരുന്ന സാമൂതിരി ഡച്ചുകാരുമായി സഖ്യത്തിലായി. 1654 ഡച്ചുകാർ സിലോൺ പിടിച്ചു. പോർച്ചുഗീസുകാരെ അവിടെ നിന്നും തുരത്തി. 1661 കൊല്ലവും 1662 കൊടുങ്ങല്ലൂരും 1663 കൊച്ചിയും കണ്ണൂരും അവർ കീഴടക്കി. പോർച്ചുഗീസുകാരുടേതായ കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളും ഡച്ചുകാർ പിടിച്ചെടുത്തു. അപ്പോൾ പോർച്ചുഗീസുകാരുടെ ആധിപത്യവും അവരുടെ അധികാരവും അവരുടെ
സൈന്യശക്തിയും എല്ലാം അവിടെ തീരുകയാണ് ഡച്ചുകാർ വന്നതോടെ. അവർ കംപ്ലീറ്റ് പോർച്ചുഗീസുകാരുടെ കേന്ദ്രങ്ങളും കോട്ടകളും ഡച്ചുകാർ പിടിച്ചെടുക്കുന്നു. സാമൂതിരി ഏതാനും നാട്ടുരാജാക്കന്മാരെ ചേർത്ത് അവരുടെ സഹകരണത്തിൽ ഉത്തര കേരളത്തിലെ ഡച്ചുകാരുടെ സ്ഥാപനങ്ങൾ പിടിച്ചടക്കി. അതോടൊപ്പം 1777 ആയപ്പോഴേക്കും ബ്രിട്ടീഷുകാരുടെ മുന്നേറ്റം ഡച്ചുകാർക്ക് പ്രതികൂലമായി ബാധിക്കുകയും അവർ കേരളത്തിൽ നിന്ന് പിന്മാറുവാനും ഇടയായി. അപ്പോൾ 1775 ബ്രിട്ടീഷുകാരുടെ വരവ്. അതോടെ ഡച്ചുകാരുടെയും കാലം കഴിഞ്ഞു. അപ്പൊ ഡച്ചുകാരുടെ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നില്ല. പക്ഷെ പോർച്ചുഗീസുകാരെ തുരത്തിയതും പോർച്ചുഗീസുകാരുടെ കോട്ടകളും കേന്ദ്രങ്ങളും പിടിച്ചടക്കിയതുമാണ് നമ്മൾ കണ്ടത്. അടുത്തതായിട്ട് തിരുവിതാംകൂറിന്റെ വളർച്ച. 18-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജാക്കന്മാരുമായിരുന്ന മാർത്താണ്ഡവർമ്മ, കാർത്തിക തിരുനാൾ രാമവർമ്മ എന്നിവർ രാജ്യം സുശക്തമാക്കി തീർത്തു. അവർ ബ്രിട്ടീഷുകാരുമായി ഐക്യ ഉടമ്പടി ചെയ്തിരുന്നു. അതിനാൽ ഡച്ചുകാർക്ക് മുന്നേറ്റം വിഷമമായി തീർന്നു. കൊച്ചി തുറമുഖവും തെങ്കാശിയും കൈവശം വെച്ചുകൊണ്ട് ഡച്ചുകാർ പിൻവാങ്ങേണ്ടി വന്നു. അപ്പം ഇംഗ്ലീഷുകാരുമായിട്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുമായിട്ട് ഈ തിരുവിതാംകൂർ രാജാക്കന്മാർ സഖ്യത്തിൽ വന്നു, അല്ലെങ്കിൽ സ്നേഹബന്ധത്തിൽ വന്നു. അതോടെ ഡച്ചുകാർ സ്ഥലം വിടുകയാണ്. പക്ഷേ 2 കേന്ദ്രങ്ങൾ അവർ കൈവശം വെച്ചു. അത് കൊച്ചി തുറമുഖവും തെങ്കാശിയുമാണ്. ഏതാനും ചെറു രാജ്യങ്ങളെ പിടിച്ചടക്കിയ മാർത്താണ്ഡവർമ്മ 1741 കൊളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ തീർത്തു തോൽപ്പിച്ചു. അങ്ങനെ തിരുവിതാംകൂറിന്റെ കൊളച്ചൽ യുദ്ധമൊക്കെ നമുക്കറിയാവുന്നതാണ്, നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഡച്ചുകാരെ തോൽപ്പിച്ച് തിരുവിതാംകൂർ അതിൻ്റെ മാനം കാക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ ശക്തി പ്രദർശിപ്പിക്കുകയും ചെയ്തു. തിരുവിതാംകൂറിന്റെ മാനം സംരക്ഷിക്കുകയും അതിർ വിസ്തൃതമാക്കുകയും ചെയ്തു. കൊച്ചിയുമായി സമാധാന ഉടമ്പടിയിലും ഒപ്പുവെച്ചു. അങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ സംഭവിച്ചത്. അതിനുശേഷം കാർത്തിക തിരുനാൾ 1758 മുതൽ 1798 വരെ ഭരണം നടത്തി. 40 വർഷം. സമർത്ഥനായ ഭരണകർത്താവായിരുന്നു അദ്ദേഹം. സമീപ രാജ്യങ്ങൾ പലതും പിടിച്ചടക്കി തിരുവിതാംകൂറിനോട് ചേർത്തു. ഈ കാലത്ത് ഉണ്ടായ ടിപ്പു സുൽത്താന്റെ ആക്രമണത്തെ നേരിടാൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി സഖ്യത്തിൽ പ്രവേശിച്ചു. അതിനാൽ ടിപ്പുവിനെ മൈസൂരിലേക്ക് തിരിച്ചയക്കുവാൻ സാധിച്ചു. അപ്പൊ ഈ സമയത്താണ് ടിപ്പുവിന്റെ ആക്രമണം ഉണ്ടാകുന്നത്. കാർത്തിക തിരുനാളിന്റെ കാലത്ത് അദ്ദേഹം വളരെ സമർത്ഥനായ ഭരണകർത്താവായിരുന്നു. ടിപ്പു സുൽത്താനെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സഹായത്തോടെ മൈസൂരിലേക്ക് തിരിച്ചയക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. മാത്രമല്ല ഡച്ചുകാർ കൈവശം വച്ചിരുന്ന കൊച്ചിയും തെങ്കാശിയും അവരിൽ നിന്ന് വിടർത്തിയെടുത്തു. നമ്മൾ നേരത്തെ കണ്ടല്ലോ ഡച്ചുകാര് 2 കേന്ദ്രങ്ങൾ വെച്ചുകൊണ്ടിരുന്നത്. അതും ആ സമയത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സഹായത്തോടെ കാർത്തിക തിരുനാൾ രാമവർമ്മ തിരിച്ചു പിടിക്കുകയാണ്. നെപ്പോളിയന്റെ ബ്രിട്ടീഷുകാരുമായിട്ടുള്ള യുദ്ധത്തിൽ നെപ്പോളിയന്റെ ഫ്രാൻസുമായി സഖ്യം ചേർന്നിരുന്നവരായിരുന്നു ഹോളണ്ട്. അത് ഡച്ചുകാരെ കുറിച്ച് പറയാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ നെപ്പോളിയനും ബ്രിട്ടീഷുകാരുമായിട്ടുണ്ടായ യുദ്ധമുണ്ട്. അവിടെ നെപ്പോളിയന്റെ സഖ്യം ചേർന്നിരുന്നവരാണ് ഹോളണ്ട്. നെപ്പോളിയൻ ഫ്രാൻസുകാരനാണ്. ഫ്രാൻസും ബ്രിട്ടനുമായിട്ടാണ് യുദ്ധം. ആ സമയത്ത് ഹോളണ്ട് നെപ്പോളിയന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു സമയമാണ്. നെപ്പോളിയൻ പരാജയപ്പെട്ടതിനാൽ അയാളെ സഹായിച്ച ഡച്ചുകാർക്ക് ബ്രിട്ടീഷുകാരുടെ അധീശത്വത്തിൽ കഴിഞ്ഞിരുന്ന കേരളത്തിൽ ഒരു താവളം നിലനിർത്തുക സാധ്യമല്ലായിരുന്നു. ആ ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാകും. അപ്പം ഫ്രാൻസുകാരെ സഹായിച്ച ഹോളണ്ടുകാർ അല്ലെങ്കിൽ ഡച്ചുകാര് അവർക്ക് പിന്നെ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ നിലനിൽക്കുന്ന കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഒരു കേന്ദ്രം നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് സാധ്യമല്ലാതെ വന്നു. അങ്ങനെ ബ്രിട്ടീഷുകാര് കേരളത്തിൽ 18-ാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോഴേക്കും അവരുടെ ആധിപത്യം സ്ഥാപിച്ചുറപ്പിച്ചു കഴിഞ്ഞിരുന്നു. 18-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിലായി.
അടുത്തത് ദക്ഷിണേന്ത്യ വിദേശാധീനതയിൽ. 16, 17, 18 നൂറ്റാണ്ടുകളിൽ ഇന്ത്യയുടെ ദക്ഷിണ ഭാഗങ്ങൾ മിക്കവാറും ആദ്യം പോർച്ചുഗീസുകാരുടെയും പിന്നീട് ഡച്ചുകാരുടെയും 18-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാരുടെയും അധീനതയിൽ കഴിഞ്ഞിരുന്നു എന്ന് നമ്മൾ കണ്ടു. എന്നാൽ ബ്രിട്ടീഷുകാരുടെ ശക്തി ശരിയായി ഉറയ്ക്കുന്നത് 19-ാം നൂറ്റാണ്ടിലായിരുന്നു. പോർച്ചുഗീസുകാർ റോമൻ കത്തോലിക്ക വിശ്വാസികളും ഡച്ചുകാർ പ്രോട്ടസ്റ്റന്റുകാരും ആയിരുന്നു. പോർച്ചുഗീസുകാർ വ്യാപാരത്തോടൊപ്പം മതപ്രചരണം ലക്ഷ്യമാക്കിയിരുന്നു. എന്നാൽ മതപരമായ കാര്യങ്ങളിൽ നിഷ്പക്ഷത നിലനിർത്തിക്കൊണ്ട് വ്യാപാരം ചെയ്യാനാണ് ഡച്ചുകാർ ആഗ്രഹിച്ചത്. മതപ്രചരണം അവർക്ക് വിഷയം ആയിരുന്നില്ല. അതും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. പോർച്ചുഗീസുകാർ ഇത്രയും ആളുകളെ കൺവേർട്ട് ചെയ്യാൻ കാരണം അവർക്ക് ഈ വ്യാപാരം അല്ലെങ്കിൽ വ്യവസായം മാത്രമല്ല, അതിൻ്റെ കൂടെ മതപ്രചരണവും അവരുടെ ലക്ഷ്യമായിരുന്നു. എന്നാൽ ഡച്ചുകാർക്ക് അതൊരു വിഷയമേ അല്ല. അവർക്ക് വ്യാപാരം മാത്രമാണ് അവർ ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിച്ചത്. അതുകൊണ്ട് അവരുടെ പ്രവർത്തന കാലത്ത് അല്ലെങ്കിൽ ഡച്ചുകാരുടെയോ ബ്രിട്ടീഷുകാരുടെയോ കാലത്ത് കാര്യമായിട്ടുള്ള മതപ്രചരണം നടത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ ശതമാനം ഇപ്പോഴും വളരെ തുച്ഛമായി കിടക്കുന്നത്. അത് കാണുവാനായിട്ട് സാധിക്കും. പക്ഷെ മുസ്ലിങ്ങൾ അവരുടെ രാഷ്ട്രീയ സ്വാധീനങ്ങളും അവരുടെ അന്നത്തെ മുഗൾ രാജാക്കന്മാരും അതുപോലുള്ള രാജാക്കന്മാരുടെയൊക്കെ കാലത്ത് വളരെയേറെ മുന്നേറ്റം കൈവരിച്ചു. അങ്ങനെയാണ് മുസ്ലിങ്ങൾ ഏതാണ്ട് ഹിന്ദുക്കളോളം തന്നെ, അല്ലെങ്കിൽ അത്രയും വരത്തില്ലെങ്കിലും വളരെ ശക്തമായ ഒരു സംഘടനയായിട്ട് ഇന്ത്യയിൽ വളരുവാനിടയായത്. ഇതാണ് ഈ 4-ാമത്തെ പാഠത്തിലുള്ള കോണ്ടന്റ്സ്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂണിറ്റ് 3 പാഠം 5 ഉദയംപേരൂർ സുന്നഹദോസ്. അതിന്റെ പ്രാരംഭം, അതുപോലെ സുന്നഹദോസിനെ പറ്റി, സുന്നഹദോസിന് മുമ്പ്, സുന്നഹദോസിൽ നടന്നത്, സുന്നഹദോസിന് ശേഷം, ഇത്രയും കാര്യങ്ങൾ ഈ പാഠത്തിലുണ്ട്. പ്രാരംഭം ഇതാണ്: മലങ്കര സഭയെ റോമൻ കത്തോലിക്ക സഭയുടെ ഭാഗമാക്കി തീർക്കാനുള്ള പോർച്ചുഗീസുകാരുടെ 1 നൂറ്റാണ്ടുകാലത്തെ പരിശ്രമത്തിന്റെ പര്യവസാനമാണ് ഉദയംപേരൂർ സുന്നഹദോസ്. 1597 മാർ അബ്രഹാം നിര്യാതനാകുന്നതിന് മുമ്പ് ഗീവർഗീസ് അർക്കദിയാക്കോനെ സഭാഭരണം ഏൽപ്പിച്ചിരുന്നു. 100 വർഷത്തോളം, അതായത് 1498 പോർച്ചുഗീസുകാർ വരുന്നത്, അല്ലെങ്കിൽ വാസ്കോഡഗാമ വരുന്നത്. അതിനുശേഷം 100 വർഷങ്ങൾ കഴിഞ്ഞ് 1599 ഈ ഉദയംപേരൂർ സുന്നഹദോസ് കൂടുന്നത്. അത്രയും കാലവും അവര് മലങ്കര സഭയെ എങ്ങനെ കീഴ്പ്പെടുത്താം, എങ്ങനെ സ്വാധീനിക്കാം, എങ്ങനെ അവരുടെ കാൽ കീഴാക്കാമെന്നുള്ള വലിയ പരിശ്രമത്തിലും വലിയ ചിന്തയിലുമായിരുന്നു. അങ്ങനെയാണ് അവസാനം ഈ ഉദയംപേരൂർ സുന്നഹദോസിൽ എത്തിച്ചേരുന്നത്. സുന്നഹദോസിനെ പറ്റി പറയുന്നതാണ്. 3 നിലപാടുകൾ ചരിത്രകാരന്മാർ അവലംബിക്കുന്നുണ്ട്. ഒന്ന്, സുന്നഹദോസിനെ നീതീകരിക്കുവാനും ആർച്ച് ബിഷപ്പ് മെനസിസിനെ പ്രശംസിക്കുവാനും നടന്ന ശ്രമം. ഈ ആർച്ച് ബിഷപ്പ് മെനേസിസ് എന്ന് പറയുന്നത്, അലക്സിസ് ദി മെനേസിസ് എന്ന് പറയുന്നത് റോമൻ കത്തോലിക്ക ആർച്ച് ബിഷപ്പാണ്. ഗോവയിൽ നിയമിതനായ വളരെ ചെറുപ്പക്കാരനായ, വെറും 35 വയസ്സ് മാത്രം പ്രായമുള്ള, വളരെ ചുറുചുറുക്കുള്ള സമർത്ഥനായ ഒരു ഭരണകർത്താവായിരുന്നു അലക്സിസ് ദി മെനസിസ് എന്ന് പറയുന്ന ആർച്ച് ബിഷപ്പ്. അദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ സുന്നഹദോസ് കൂടുവാനിടയായത്. അതുകൊണ്ട് സുന്നഹദോസിനെ നീതീകരിക്കുവാനും ആർച്ച് ബിഷപ്പ് മെനസിസിനെ പ്രശംസിക്കുവാനും നടന്ന ഒരു ശ്രമം. 2, സുന്നഹദോസിനെ വിമർശിച്ചുകൊണ്ട് അത് മലങ്കര സഭയ്ക്ക് നന്മയ്ക്കായി ഭവിച്ചു എന്ന് കരുതുന്നുണ്ട്. ഏതെല്ലാം രീതിയിലാണ്? പുരാതന മലങ്കര സഭയെ ലത്തീൻവൽക്കരിക്കുന്നതിനെ അല്ലാതെ റോമൻ പാപ്പായുടെ അധീശത്വം അംഗീകരിക്കാൻ അവർക്ക് വൈമനസ്യം ഉണ്ടായിരുന്നില്ല. 16-ാം നൂറ്റാണ്ടിൽ മലങ്കര സഭയെ നയിച്ച പൗരസ്ത്യ ബിഷപ്പ്മാരെല്ലാം ഈ നിലപാടുള്ളവരായിരുന്നു. ഈ സുന്നഹദോസിനെ കുറിച്ചുള്ള നിലപാടുകളാണ് നമ്മൾ ഈ വായിക്കുന്നത്. മറ്റൊരു നിലപാട്, പോർച്ചുഗീസുകാരുടെ ഈ പ്രവർത്തനങ്ങൾ റോമിന്റെ അനുവാദം കൂടാതെ അവർ ചെയ്തവയായിരുന്നു.
അടുത്തത് ആരാധന, വിശ്വാസം, ശിക്ഷണം, സഭാജീവിതം എന്നിവയിൽ സുന്നകദോസ് വരുത്തിയ നവീകരണങ്ങൾ സഭയിൽ ആവശ്യമായിരുന്നതും പൗരസ്ത്യ ബിഷപ്പുമാരുടെ നേതൃത്വത്തിൽ അവ നടപ്പിൽ വരുത്തുവാൻ സഭ ആരംഭം കുറിച്ചിരുന്നതുമാണ്. അങ്ങനെയുള്ള അവസരത്തിൽ മലങ്കര സഭയുടെ ചരിത്രത്തെ അവഗണിച്ചും മനസാക്ഷിയെ മുറിപ്പെടുത്തിയും ആ സുന്നകദോസ് നടത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. മറ്റൊരു നിലപാട്, സുന്നകദോസിനെ റോം അംഗീകരിക്കുന്നില്ല. അതിനാൽ സുന്നകദോസിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിൽ ആവശ്യമായ നവീകരണങ്ങൾ നടത്തി മലങ്കര സഭ ഒന്നാകുവാൻ അത് വഴി തുറക്കുക കൂടി ചെയ്തു. ഇത് ഇച്ചിരുടെ ശ്രദ്ധ വെച്ച് നിങ്ങൾ വായിച്ചു പഠിക്കേണ്ട ഒരു കാര്യമാണ്. സുന്നകദോസിൽ എന്താ സംഭവിച്ചതെന്നുള്ളതാണ്. അവിടെ പല നിലപാടുകൾ പറയുകയാണ്. അതിനകത്തെ ഒന്നാമത്തെ നിലപാടാണ് സുന്നകദോസിനെ നീതീകരിക്കുവാനും ആർച്ച് ബിഷപ്പ് മെനേസിസിനെ പ്രശംസിക്കുവാനും നടന്ന ഒരു ശ്രമം. അത് പോർച്ചുഗീസുകാരുടെ ശ്രമമാണ്, അല്ലെങ്കിൽ റോമൻ കത്തോലിക്കരുടെ ശ്രമമാണ്. അത് വളരെ വ്യക്തമാണ്. രണ്ടാമത്, സുന്നകദോസിനെ വിമർശിച്ചുകൊണ്ട് അത് മലങ്കര സഭയ്ക്ക് നന്മയ്ക്കായിട്ട് ഭവിച്ചുവെന്ന് ചിന്തിക്കുന്ന മറ്റൊരു വിമർശനമാണ്. മറ്റൊന്ന്, സുന്നകദോസിനെ നിരാകരിക്കുന്ന മറ്റൊരു നിലപാടാണ്. അതെന്താണ്? റോമൻ കത്തോലിക്ക സഭയോട് ചേരാതെ നിൽക്കുന്ന പാരമ്പര്യം അനുവർത്തിക്കുന്ന ഗ്രന്ഥകാരന്മാരുടെ നിലപാട് ഇപ്രകാരമാണ്. റോമൻ കത്തോലിക്ക സഭയോട് ചേരാതെ നിൽക്കുന്നവരുടെ അഭിപ്രായമാണ്. ഒന്ന്, റോമൻ പാപ്പായുടെ അധീക്ഷത്വം സംബന്ധിച്ച് വാദം സത്യാധിഷ്ഠിതമല്ല. 16-ാം നൂറ്റാണ്ടിൽ സഭാചരിത്രവും വേദശാസ്ത്രവും അറിവില്ലാതിരുന്ന ഒരു സമൂഹത്തെ കീഴ്പ്പെടുത്തുവാനുള്ള പോർച്ചുഗീസുകാരുടെ യത്നമാണ് സുന്നകദോസിൽ കലാശിച്ചത്. നമുക്കറിയാം, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അന്ന് വിദ്യാഭ്യാസപരമായിട്ടും അല്ലെങ്കിൽ വേദശാസ്ത്രപരമായിട്ടുള്ള അറിവ് വളരെ ഒരുപക്ഷെ ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല. അത് മുതലെടുത്തുകൊണ്ടാണ് ഈ പോർച്ചുഗീസുകാര് ഈ റോമൻ കത്തോലിക്ക അല്ലെങ്കിൽ ലത്തീൻ പാരമ്പര്യം അവിടെ പരത്തുവാനായിട്ട് ഇടയായത്. മാർ ജോസഫ് ഒഴികെയുള്ള ബിഷപ്പുമാർ ആരും ആ രീതിയിൽ ചിന്തിച്ചിരുന്നുമില്ല. ഒരുപക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം അവരെ കൊണ്ട് പറയിച്ച പ്രസ്താവനകൾ ഒന്നും അവരുടെ യഥാർത്ഥ നിലപാട് വ്യക്തമാക്കുന്നവയുമല്ലായിരുന്നു. 1597 നിര്യാതനായ മാർ അബ്രഹാം താൻ മരിക്കുന്നതിന് മുമ്പ് അവരുടെ തന്ത്രങ്ങളെ സമർത്ഥമായി നേരിട്ട ശേഷം അവരുമായുള്ള ബന്ധം തന്നെ അദ്ദേഹം വിച്ഛേദിച്ചിരുന്നു. അപ്പോൾ ഈ പോർച്ചുഗീസുകാർക്ക് രാഷ്ട്രീയമായിട്ടും മറ്റുമുള്ള ശക്തി, അവരുടെ ബലം അവര് വളരെ തന്ത്രപൂർവ്വം പ്രയോഗിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നുമില്ലാതിരുന്ന മലങ്കര സഭ പലപ്പോഴും അവർക്ക് കീഴ്പ്പെട്ടിരുന്നു. ഇപ്പോൾ ഈ പറയുന്ന മാർ അബ്രഹാമാണ് വളരെ ശക്തമായിട്ട് അതിനെ നേരിടുകയും അവസാനം അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുകയും ചെയ്ത ഒരു ബിഷപ്പ്. റോമിനെ കീഴ്പ്പെടുവാൻ മടിക്കാതെ ഒരു വിഭാഗം അന്നുണ്ടായിരുന്നു എങ്കിലും അതിനെ എതിർക്കുന്ന ഗണ്യമായ ഒരു വിഭാഗം സഭയിലുണ്ടായിരുന്നു എന്നത് പിൽക്കാല ചരിത്രത്തിൽ നിന്ന് വ്യക്തമാണ്. അത് നമ്മൾ കാണുന്നത് എപ്പോഴാണ്? 1653 നടക്കുന്ന കൂനൻ കുരിശ് സത്യം, അതിന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അന്ന് മുതൽ തന്നെ രാഷ്ട്രീയ ശക്തി കൊണ്ട് ഒരുപക്ഷെ വിധേയപ്പെട്ട് നിന്നെങ്കിലും തക്കം കിട്ടുമ്പോൾ, അതിന് ഒരു അവസരം വരുമ്പോൾ അതിൽ നിന്ന് പിന്മാറുവാനും അതിൽ നിന്ന് പുറത്തു ചാടുവാനും ആഗ്രഹിച്ചു നിന്ന ഒരു സമൂഹമായിരുന്നു മലങ്കര സുറിയാനി ക്രിസ്ത്യാനികൾ. അത് ഇവിടെ ചരിത്രം വ്യക്തമാക്കുന്ന ഒരു സംഗതിയാണ്. റോമിന്റെ അധീശത്വം എന്ന വാദഗതി റോമിനെ പോലെ തന്നെ പൗരാണികമായ ഒരു സഭയിൽ 16-ാം നൂറ്റാണ്ടിലുണ്ടായ വിഭജനത്തിന് നിദാനമായി തീർന്നു എന്നുള്ള നിലപാട് ചരിത്രപരമായി സാധൂകരിക്കാവുന്നതല്ല. അപ്പൊ ഇവിടെയും റോമിനെ പോലെ തന്നെ പൗരാണികമായ ഒരു സഭയുണ്ടായിരുന്നു. ആ സഭയിൽ 16-ാം നൂറ്റാണ്ടിലുണ്ടായ വിഭജനത്തിന് നിദാനമായി തീർന്നു ഈ പറയുന്ന സുന്നകദോസ് എന്ന് പറയുന്നത് ചരിത്രപരമായി സാധൂകരിക്കാവുന്ന ഒന്നല്ല എന്നാണ് ഒരു നിഗമനം. മറ്റൊന്ന്, ആഗോള ക്രൈസ്തവ സഭയുമായി ബന്ധമില്ലാതെ കഴിഞ്ഞു വന്ന മലങ്കര സഭയിൽ പലതിലും നവീകരണം വേണ്ടിയിരുന്നു എന്നുള്ള സത്യം അംഗീകരിക്കുമ്പോൾ തന്നെ പൗരസ്ത്യ പാരമ്പര്യം അനുവർത്തിച്ചു വന്നിരുന്ന ഈ സഭയെ റോമിന് കീഴ്പ്പെടുത്തിക്കൊണ്ട് നേടിയെടുക്കേണ്ടതാണെന്നുള്ള നിലപാട് അംഗീകരിക്കാൻ സാധ്യമല്ല. അപ്പോൾ മറ്റു സഭകളുമായിട്ട് ബന്ധമില്ലാതെ ഒറ്റപ്പെട്ടു കഴിഞ്ഞ ഒരു സമൂഹമാണ് മലങ്കര സഭ.
പക്ഷേ നമുക്ക് പൗരസ്ത്യ പാരമ്പര്യമാണ് നമ്മൾ അനുവർത്തിച്ചു വന്നത്. പക്ഷേ നമ്മൾ ഒരു നവീകരണം അല്ലെങ്കിൽ ഒരു റിവൈവൽ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ അത് റോമിന് കീഴ്പ്പെടുത്തിക്കൊണ്ട് ചെയ്യണമെന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം. കാരണം നമ്മൾ പൗരസ്ത്യ പാരമ്പര്യത്തിലുള്ളവരാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത ഉദയംപേരൂർ സുന്നഹദോസിന്റെ ഗുണഭോക്താക്കളായ റോം ആ സുന്നഹദോസിനെ പറ്റി ഉത്തരവാദിത്വമില്ലാതെ പറയുന്ന വാദം നിലനിൽക്കുന്നില്ല. അവർ പറയുന്നുണ്ട് ഇത് റോമിന്റെ അംഗീകാരമില്ലാതെ അല്ലെങ്കിൽ പാപ്പായുടെ അംഗീകാരമില്ലാതെ അലക്സിസ് ഡി മെനിസിസ് എന്ന് പറയുന്ന ആർച്ച് ബിഷപ്പ് തന്നിഷ്ടപ്രകാരം ചെയ്ത ഒരു സുന്നഹദോസ് ആണെന്ന് പിൽക്കാലത്ത് അവർ പറയുന്നുണ്ട്. അതിൽ നിന്ന് തലയൂരാൻ വേണ്ടി പറയുന്നതാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടുണ്ടായ ഗുണങ്ങളെല്ലാം അവരുപയോഗിക്കുന്നുണ്ട്. കാരണം ഇത്രയും വലിയ കൺവേർഷൻ നടന്നിട്ടുണ്ട്. മലങ്കര സഭയുടെ പല നല്ല കാര്യങ്ങളും അവർ കവർന്നെടുത്തിട്ടുണ്ട്. പല ദേവാലയങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കയ്യിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത് ഇത് ഞങ്ങൾ ആരും അറിഞ്ഞ കാര്യമല്ല എന്ന്. അതും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തത് സുന്നഹദോസിന് മുമ്പുണ്ടായിരുന്ന കാര്യങ്ങളാണ്. സുന്നഹദോസിന് മുമ്പ് എന്തായിരുന്നു? 1595 അലക്സിസ് ഡി മെനസിസ് ഗോവയുടെ ആർച്ച് ബിഷപ്പായി നിയമിക്കപ്പെട്ടു. മാർ അബ്രഹാമിനെ വിശ്വാസ വിപരീതിയും റോമിന് ഇതരനുമായി വിസ്തരിച്ച് നിയന്ത്രണ വിധേയനാക്കി കൊള്ളാൻ ഉള്ള പാപ്പ ക്ലെമന്റ് എട്ടാമന്റെ ബൂള ആർച്ച് ബിഷപ്പ് കൈപ്പറ്റി. അപ്പൊ ഇദ്ദേഹം വന്നു കഴിഞ്ഞിട്ട് പോപ്പ് ഒരു ബൂള അയക്കുന്നുണ്ട്. അവിടെ മലങ്കര സഭയിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന മാർ അബ്രഹാം വിശ്വാസ വിപരീതിയാണെന്നും റോമിന് ആണെന്ന് കണ്ടിട്ട് അദ്ദേഹത്തെ വിസ്തരിച്ച് കുറ്റക്കാരനായിട്ട് കണ്ട് അദ്ദേഹത്തെ നടപടിയെടുക്കുവാനായിട്ടുള്ള ഒരു അധികാരം ഈ ആർച്ച് ബിഷപ്പിന് കൊടുക്കുന്നുണ്ട്. എന്നാൽ പ്രായാധിക്യത്തിലായിരുന്ന മെത്രാപ്പോലീത്ത താമസം വിന ചരമം പ്രാപിക്കും എന്നുള്ള പ്രതീക്ഷയിൽ നടപടികളൊന്നും കൈക്കൊള്ളാതെ തൽസ്ഥിതി തുടർന്നു കൊണ്ടുപോകാൻ ആർച്ച് ബിഷപ്പ് ആഗ്രഹിച്ചു. പക്ഷെ അദ്ദേഹത്തെ ഉപദ്രവിക്കാതെ മരിക്കാറായിരിക്കുന്ന മനുഷ്യനല്ലേ എന്നുള്ള ചിന്തയിൽ അദ്ദേഹം നടപടികളൊന്നും തന്നെ എടുത്തില്ല. വീണ്ടും 1597 അബ്രഹാം നിര്യാതനാകുമ്പോൾ പകരം അപ്പസ്തോലിക വികാരിയെ നിയമിക്കുവാൻ ആർച്ച് ബിഷപ്പിനെ അധികാരപ്പെടുത്തുന്ന മറ്റൊരു ബുള്ളായി എത്തിച്ചേർന്നു. എന്നാൽ ഈ കത്ത് ഗോവയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അബ്രഹാം ചരമം പ്രാപിച്ചു. അപ്പോ 2-3 പരിശ്രമങ്ങൾ. ഒന്ന്, അബ്രഹാമിനെ വേദവിപരീതിയായിട്ട് കണ്ട് അദ്ദേഹത്തെ കുറ്റം വിധിച്ച് കുറ്റക്കാരനായിട്ട് കണ്ട് നടപടി സ്വീകരിക്കുക. രണ്ടാമത്, അദ്ദേഹം നിര്യാതനാകുമ്പോൾ അപ്പസ്തോലിക വികാരിയായി മറ്റൊരാളെ നിയമിക്കാൻ ആർച്ച് ബിഷപ്പിനെ അധികാരപ്പെടുത്തിക്കൊണ്ടുള്ള മറ്റൊരു ബൂള. എന്നാൽ ഈ രീതിയിലൊക്കെയും പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മാർ അബ്രഹാം ചരമം പ്രാപിക്കുകയാണ്. ഈ അവസരം മുതലാക്കി മെനേസിസ് വൈപ്പിക്കോട്ട സെമിനാരി റെക്ടറായിരുന്ന ഫ്രാൻസിസ് റോസിനെ നാമനിർദ്ദേശം ചെയ്തെങ്കിലും മറ്റുള്ളവരുടെ ആലോചന കൂടി പരിഗണിച്ച് അബ്രഹാം മരിക്കും മുമ്പ് അവർ അർക്കദിയാക്കോൻ സ്ഥാനത്തേക്ക് അവരോധിച്ചിരുന്ന ഗീവർഗീസിനെ തന്നെ ആ സ്ഥാനത്ത് നിയമിച്ചു. അദ്ദേഹം അങ്കമാലിയിൽ സഭായോഗം കൂടി മലങ്കര സഭയുടെ പിന്തുണ നേടിയെടുക്കുകയും ചെയ്തു. ഓർക്കുക, അബ്രഹാം മരിക്കുമ്പോൾ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പേ ഗീവർഗീസ് എന്ന് പറയുന്ന അർക്കദിയാക്കോനെ സഭാഭരണം ഏൽപ്പിച്ചിരുന്നു. അറിയാതെയാണ് അലക്സിസ് ഡി മെനസിസ് വൈപ്പിക്കോട്ട സെമിനാരിയിലെ റെക്ടറായിരുന്ന ഫ്രാൻസിസ് റോസിനെ അപ്പസ്തോലിക വികാരിയായിട്ട് നിയമിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷെ അത് നടന്നില്ല. കാരണം എല്ലാവരുമായിട്ട് ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഗീവർഗീസിനെ ഓൾറെഡി അബ്രഹാം സ്ഥാനം നൽകിയിട്ടാണ് കടന്നുപോയത്. അതുകൊണ്ട് അദ്ദേഹത്തെ തന്നെ ആ രീതിയിൽ ആർച്ച് ബിഷപ്പ് അർക്കദിയാക്കോനായിട്ട് അവരോധിക്കുകയാണ്. ഈ അർക്കദിയാക്കോൻ ഗീവർഗീസ് സ്ഥാനം പ്രാപിച്ച ഉടനെ തന്നെ അങ്കമാലിയിൽ ഒരു വലിയ സഭായോഗം വിളിച്ചു കൂട്ടി അദ്ദേഹം മറ്റുള്ളവരുടെ പിന്തുണ നേടിയെടുത്തു. മലങ്കര സഭയെ ഗോവയുടെ കീഴിൽ ആക്കുക എന്നത് മെനസിസിന്റെ ലക്ഷ്യമായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച സംഗതികൾ ഇപ്രകാരമായിരുന്നു. ഒന്ന്, മലങ്കരയിലെ പള്ളികളെല്ലാം സന്ദർശിക്കുക. രണ്ടാമത്, ശീഷ്മയും
ദുരുപദേശങ്ങളും അതിൽ നിന്ന് നീക്കം ചെയ്യുക. 3, കത്തോലിക്ക വിശ്വാസം ജനങ്ങളെ പഠിപ്പിക്കുക. 4, വിശ്വാസ വിപരീതം ഉൾക്കൊള്ളുന്ന അവരുടെ ഗ്രന്ഥങ്ങൾ നശിപ്പിക്കുക. 5, എല്ലാ പട്ടക്കാരെയും ചേർത്തുള്ള ഒരു സുന്നതദോസ് നടപ്പിലാക്കുക. അപ്പോൾ മലങ്കര സഭയെ റോമിന്റെ കീഴിൽ കൊണ്ടുവരാനായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇത്രയുമാണ്. മലങ്കര സഭയിലെ പള്ളികൾ സന്ദർശിക്കാൻ ഉദ്ദേശിച്ച് ഗോവയിൽ നിന്ന് പുറപ്പെട്ട അദ്ദേഹം കൊച്ചിയിലെത്തി. ആ കാലത്ത് സുറിയാനി ക്രിസ്ത്യാനികളുടെ വിശുദ്ധ കുർബാനയിൽ അദ്ദേഹം പങ്കുകൊണ്ടു. അവിടെ സഭാധ്യക്ഷനായി പരാമർശിക്കപ്പെട്ടത് ബാബിലോൺ പാത്രിയർക്കീസിനെ ആയിരുന്നു. അത് കേട്ട മെനേസിസ് രോഷാകുലനായി തീർന്നു. 1551 റോമുമായി ഐക്യപ്പെട്ട പാത്രിയർക്കീസിന്റെ പിൻഗാമിയെ ആണിവിടെ ഓർത്തത്. അതിനാൽ മെനേസിസിന്റെ കോപത്തിന് അടിസ്ഥാനമില്ലായിരുന്നു. എന്നാൽ പശ്ചിമേഷ്യയിൽ അന്ന് നടന്ന വിഭജനം മലങ്കര സഭയ്ക്ക് അറിവില്ലാതിരുന്നു എന്ന് അനുമാനിക്കാം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അദ്ദേഹം വന്നു കുർബാനയെ സംബന്ധിച്ച് കുർബാനയിൽ തുബിതേന്റെ സമയത്തായിരിക്കാം ബാബിലോണിലെ പാത്രിയർക്കീസിന്റെ പേര് കേട്ടു. അദ്ദേഹം ഉടനെ തന്നെ ചൂടാകുന്നുണ്ട്. പക്ഷേ മലങ്കര സഭ മനസ്സിലാക്കുന്നില്ല അവിടെ ഒരു വിഭജനം ഉണ്ടായതായിട്ട്. അതുകൊണ്ട് ഉപയോഗിച്ചു വന്ന പേര് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഈ മെനസിസ് വെറുതെ ചൂടായതാണെന്നാണ് ഇവിടെ പറയുന്നത്. അതിന്റെ ആവശ്യമില്ലായിരുന്നു. സുന്നതദോസ് കൂടാനുള്ള ഒരുക്കങ്ങൾ അദ്ദേഹം നടത്തി. കൊച്ചി രാജാവിന്റെ ഭാഗത്തു നിന്നും എതിർപ്പുകൾ ഉണ്ടാകാതിരിക്കാൻ രാജാവിനെയും അനുചരന്മാരെയും സ്വപാർശ്വത്താക്കി തീർത്തു. പട്ടം കൊടുക്കുന്ന മെത്രാപ്പൊലിത്തായോട് വൈദികർ കാണിക്കുന്ന വിധേയത്വം മനസ്സിലാക്കിക്കൊണ്ട് ഉദയംപേരൂർ, കടുത്തുരുത്തി പ്രദേശങ്ങളിൽ അനേകം ആളുകളെ വൈദികരാക്കി കൂടെ നിർത്തി. കടുത്തുരുത്തി പള്ളിയിൽ ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷകൾ അത്യാകർഷകമായി നടത്തി. മനുഷ്യരോടുള്ള പെരുമാറ്റത്തിൽ സ്നേഹവും ഭൂതതയും പ്രകടിപ്പിച്ചു. അവരെ പാട്ടിലാക്കി. ഇങ്ങനെ സ്വന്തം നില ഉറപ്പിച്ച ശേഷം അർക്കദിയാക്കോനെ കീഴ്പ്പെടുത്തി അതിനുശേഷം സുന്നതദോസിൽ അംഗീകരിക്കപ്പെടേണ്ട നിശ്ചയങ്ങൾ എഴുതിയുണ്ടാക്കി. വളരെ ചുരുക്കമായിട്ട് ഞാൻ പറയുകയായിരുന്നു. അപ്പോൾ രാജാവിന്റെ അംഗീകാരം അല്ലെങ്കിൽ രാജാവിന്റെ അപ്രൂവൽ നേടിയെടുത്തു. ഒരുപാട് പേരെ പട്ടം കൊടുത്ത് കൂടെ നിർത്തി അച്ഛന്മാരാക്കി. അതുപോലെ തന്നെ ശുശ്രൂഷകൾ നടത്തിയ ആളുകളുടെ മനം കവർന്നു. അതുപോലെ തന്നെ ഇങ്ങനെ അർക്കദിയാക്കോനെ കീഴ്പ്പെടുത്തി. അങ്ങനെ അതിനുശേഷം സുന്നതദോസിൽ അംഗീകരിക്കുവാനുള്ള തീരുമാനങ്ങൾ അദ്ദേഹം തന്നെ എഴുതിയുണ്ടാക്കി. ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം സുന്നതദോസിൽ ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ചത്. അപ്പൊ അടുത്ത സുന്നതദോസിൽ നടന്നത് എന്താണെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. സുന്നതദോസിൽ എന്താ നടന്നത്? 1599 ജൂൺ 20-ാം തീയതി മുതൽ 8 ദിവസമാണ് സുന്നതദോസ് നടന്നത്. ആർച്ച് ബിഷപ്പ് മെനസിസ് അധ്യക്ഷനായിരുന്നു. അദ്ദേഹത്തെ സഹായിക്കാൻ ഫ്രാൻസിസ് റോസിന്റെ നേതൃത്വത്തിൽ 4 ജസ്യൂത്തന്മാരും മറ്റ് വേദശാസ്ത്ര വിശാരദന്മാരും ഉണ്ടായിരുന്നു. മലങ്കര സഭയിൽ നിന്നും 153 പട്ടക്കാരും 600 അൽമായരും സംബന്ധിച്ചു. പ്രതിനിധികളെ തിരഞ്ഞെടുത്തതിന്റെ മാനദണ്ഡം നിശ്ചയമല്ല. കാരണം ഓരോ പള്ളികളിലും എങ്ങനെയാണ് അവർ തിരഞ്ഞെടുത്തത്? പള്ളിയുടെ മെമ്പർഷിപ്പിന്റെ സ്ട്രെങ്ത് ആണ്. ഇപ്പൊ നമ്മൾ മലങ്കര അസോസിയേഷനിലേക്ക് ആളുകളെ വിടുന്നത് അങ്ങനെ ഒരു മാനദണ്ഡമുണ്ട്. പക്ഷെ ഇവിടെ എങ്ങനെയാണ് ഈ ആളുകളെ തിരഞ്ഞെടുത്തതെന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. അപ്പോൾ ഇത്രയും ആളുകളാണ് 600, 153, 753. പിന്നെ ആർച്ച് ബിഷപ്പ് മെനസിസ്, അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ എല്ലാം കൂടെ ഒരു 800 അല്ലെങ്കിൽ 900 ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കാം. വളരെ ബൃഹത്തായ ഒരു സമ്മേളനമായിരുന്നു ഉദയംപേരൂർ സുന്നതദോസ്. ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത്രയും ബൃഹത്തായ ഒരു സമ്മേളനം കൂടണമെങ്കിൽ അതിന് അലക്സിസ് ദി മെനസിസ് എന്ന് പറയുന്ന ആർച്ച് ബിഷപ്പ് അത്രമാത്രം പ്രഗത്ഭനായിരുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. 9 യോഗങ്ങളിലായി 200 നിശ്ചയങ്ങൾ അംഗീകരിച്ചു എന്ന് അവകാശപ്പെടുന്നു. റോസിന്റെ എഴുത്തിൽ നിന്നും ഇതാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ ഫ്രാൻസിസ് റോസ് അന്ന് നടന്ന കാര്യങ്ങളെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നതിനകത്തു നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് 200 നിശ്ചയങ്ങൾ അംഗീകരിച്ചു. ഈ അംഗീകരിച്ച നിശ്ചയങ്ങൾ എങ്ങനെയാണ് അംഗീകരിക്കപ്പെട്ടത്? 1, മെനസിസ് നേരത്തെ എഴുതി ഉണ്ടാക്കിയ നിയമങ്ങൾ ധൃതിയിൽ വായിച്ചു പോയതല്ലാതെ അതിന്മേൽ ചർച്ച നടത്തുകയോ എന്തെങ്കിലും വ്യത്യാസം വരുത്തുകയോ ചെയ്തില്ല. വായിച്ചു പോവുകയാണ്, പക്ഷെ അത് ജസ്റ്റ് കേട്ടെന്നല്ലാതെ. 2, യോഗത്തിൽ വായിച്ച നിശ്ചയങ്ങൾ അംഗങ്ങൾ മനസ്സിലാക്കുകയോ എന്തെങ്കിലും പ്രതികരണങ്ങൾ നടത്തുകയോ ചെയ്തില്ല. ആർക്കും മനസ്സിലായില്ലെന്നാണ് പറയുന്നത്.
മറ്റൊന്ന്, പ്രതിനിധികൾ നിശ്ചയങ്ങൾ സമ്മതിച്ചതായി ഒപ്പുവെച്ചത് റോസും മറ്റും നിർബന്ധിച്ചതിന്റെ പേരിലായിരുന്നു. അപ്പൊ നമ്മള് രജിസ്റ്ററിൽ ഒപ്പുവെക്കണമല്ലോ, ഇതെല്ലാം അംഗീകരിച്ചെന്ന് പറഞ്ഞുകൊണ്ട്. അതും നിർബന്ധത്തിന്റെ പേരിലാണ് ഒപ്പുവെച്ചത്. അംഗീകരിച്ചതായി അവകാശപ്പെടുന്ന ചില നിശ്ചയങ്ങൾ സുന്നഹദോസിന് ശേഷം മെനസിസ് സ്വന്തം നിലയിൽ എഴുതി ചേർത്തതാണെന്നും പറയപ്പെടും. അപ്പം സുന്നഹദോസ് എന്ന് പറയുന്നത് തന്നെ ഒരു മഹാകളിപ്പീരായിരുന്നു എന്നുള്ളതാണ്, ഒരു പ്രഹസനമായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. സുന്നഹദോസ് നിശ്ചയങ്ങൾ ചുരുക്കത്തിൽ 5 കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാം. 5 കാര്യങ്ങൾ അവിടെ നിശ്ചയിച്ചതായിട്ട്. ഒന്ന്, വിശ്വാസം അടിസ്ഥാനമാക്കി ത്രിത്വം, മനുഷ്യാവതാരം, ദൈവമാതാവ്, ജന്മപാപം, ബസ്പുർഖാന, പരിശുദ്ധന്മാരുടെ മധ്യസ്ഥത, രൂപവണക്കം, സഭയും അതിന്റെ സംഘടനയും, വേദപുസ്തക ഗ്രന്ഥങ്ങൾ എന്നീ വിഷയങ്ങൾ റോമൻ കത്തോലിക്ക നിലപാടുമായി യോജിച്ചു പോകത്തക്ക രീതിയിൽ തീരുമാനം ചെയ്തു. ഇത്രയും കാര്യങ്ങൾ റോമൻ കത്തോലിക്ക വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണമെന്നാണ് നിശ്ചയിച്ചത്. മറ്റൊന്ന്, സഭയുടെ പരമാധ്യക്ഷൻ റോമൻ പാപ്പ മാത്രമാണ്. ബാബിലോൺ പാത്രിയർക്കീസ് വിശ്വാസ വിപരീതിയും ശീഷ്മക്കാരനുമാകയാൽ അദ്ദേഹത്തെ ഉപേക്ഷിക്കണം എന്നുള്ള തീരുമാനം. നമ്മള് അന്ന് സഭയുടെ തലവനായിട്ട് അംഗീകരിച്ചിരുന്നത് ബാബിലോൺ പാത്രിയർക്കീസിനെയാണ്. പക്ഷെ അദ്ദേഹത്തെ വിശ്വാസ വിപരീതിയാക്കി തീരുമാനം കൈക്കൊള്ളുകയാണ് ഉദയംപേരൂർ സുന്നഹദോസിൽ. മൂന്നാമത്തത്, നെസ്തോറിയോസ് ഉൾപ്പെടെ പേർഷ്യയിൽ നിന്നും ലഭിച്ച പരിശുദ്ധന്മാരുടെ പട്ടിക വർജ്യമാണ്, അതിനാൽ അവ ഉപേക്ഷിക്കണം. നെസ്തോറിയോസ് ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ അന്നത്തെ സഭയിൽ വിശുദ്ധന്മാരുടെ ഗണത്തിലുണ്ടായിരുന്നു. ആ പട്ടിക അല്ലെങ്കിൽ ആ ലിസ്റ്റ് ഉപേക്ഷിക്കണമെന്നാണ് മറ്റൊരു തീരുമാനം. അടുത്തത്, പട്ടക്കാരുടെ ബ്രഹ്മചര്യം നിർബന്ധമാക്കണം. അവർ ലൗകിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടുകൂടാ. വൈദികരാരും കല്യാണം കഴിയാൻ പാടില്ല. അടുത്തത്, മലങ്കര സഭയെ ഇടവകകളായി തിരിച്ച് ഓരോ ഇടവകയ്ക്കും വികാരിമാരെ നിയമിക്കണം. ഇന്ത്യയിൽ സഭയിൽ നുഴഞ്ഞു കയറിയിരുന്ന പല പിശകുകളും ദൂരീകരിക്കണം. ഇവയായിരുന്നു നിശ്ചയങ്ങൾ. ചില കാര്യങ്ങളൊക്കെ അംഗീകരിക്കാവുന്നതും അല്ലെങ്കിൽ വേണ്ടതുമായിരുന്നു. എന്നാൽ അതിനകത്തെ ഭൂരിഭാഗം 90% തീരുമാനങ്ങളും സഭയ്ക്ക് ദോഷം ചെയ്യുന്നവയായിരുന്നു. അടുത്തത്, സുന്നഹദോസിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. വേഗം പറഞ്ഞു തീർക്കാം, സമയം പോയി. സുന്നഹദോസിന് ശേഷവും മെനസിസ് മലങ്കരയിലെ ഇടവകൾ സന്ദർശിച്ചു. നിശ്ചയങ്ങൾ മനുഷ്യരെ കൊണ്ട് സ്വീകരിപ്പിച്ചു. കുമ്പസാരിക്കുകയും കുമ്പസാരിപ്പിക്കുകയും ചെയ്തു. വിവാഹം, മാമോദിസ, കുർബാന എന്നിവ നടത്തി. കൗദാശികമായ എണ്ണയും സുറിയാനിയിലേക്ക് വിവർത്തനം ചെയ്ത റോമൻ കത്തോലിക്ക പ്രാർത്ഥനാക്രമവും മലങ്കരയ്ക്ക് സമ്മാനിച്ചു. അങ്ങനെ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ആളുകളെ കയ്യിലെടുക്കുവാനുള്ള എല്ലാ തന്ത്രങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിൽ നിന്നും നിലവിൽ നിന്ന പുസ്തകങ്ങൾ തിരുത്തൽ വരുത്തുകയും അതിന് കഴിയാത്തവ ദഹിപ്പിക്കുകയും ചെയ്തു. ഇത് മലങ്കരയ്ക്ക് ഒരു പുതിയ അനുഭവമായിരുന്നു. അപ്പം എവിടെയെല്ലാം സഭാപരമായിട്ടുള്ള പുസ്തകങ്ങളുണ്ടോ അതെല്ലാം വരുത്തുക. അതിനകത്ത് എന്തെങ്കിലും കറക്ഷൻസ് വേണമെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ കത്തോലിക്ക സഭ വിശ്വാസവുമായിട്ട് ബന്ധപ്പെടുത്തി അതിനെ തിരുത്തുകയും അങ്ങനെ തിരുത്താൻ കഴിയാത്ത പുസ്തകങ്ങൾ തീയിട്ട് നശിപ്പിക്കുകയും ആയിരുന്നു ഇദ്ദേഹം ചെയ്തത്. അർക്കദിയാക്കോനെ സഭയുടെ പ്രധാന ഭരണകർത്താവായി നിയമിച്ചു. ഫ്രാൻസിസ് റോസ്, സ്റ്റീഫൻ ബ്രിട്ടോ എന്നിവരെ സഹായത്തിനായി നിയമിച്ചു. അവരെ കൂടാതെ അർക്കദിയാക്കോൻ പ്രധാന കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്തു. അർക്കദിയാക്കോനെ ആക്കിയെങ്കിലും സഹായത്തിന് 2 പേരെ ആക്കുന്നുണ്ട്, ഫ്രാൻസിസ് റോസും സ്റ്റീഫൻ ബ്രിട്ടോയും. എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് ഇവരെ കൂടാതെ എടുക്കാൻ പാടില്ല എന്ന് നിർദ്ദേശം കൊടുത്തു. അതിനുശേഷം അർക്കദിയാക്കോൻ മെനസിസിനെയും സുന്നഹദോസിനെയും പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു കത്ത് റോമൻ പാപ്പായ്ക്ക് അയച്ചു. അതിൽ മലങ്കര സഭയുടെ മേൽപ്പെട്ടക്കാരനായി റോസിനെയോ മെനസിസിനെയോ നിയമിക്കണമെന്നും അഭ്യർത്ഥിച്ചിരുന്നതായും പറയുന്നു. പക്ഷേ VC സമരച്ചൻ ചോദിക്കുകയാണ്, എന്നാൽ ലത്തീൻ ഭാഷ വശമില്ലാതിരുന്ന അർക്കദിയാക്കോൻ ഈ കത്ത് എഴുതിയിരുന്നിട്ടുണ്ടോ? എഴുതിയിരിക്കാൻ സാധ്യതയില്ല. അങ്ങനെ പോർച്ചുഗീസുകാർ വളരെയേറെ, അല്ലെങ്കിൽ അലക്സിസ് മെനസിസ് എന്ന് പറയുന്ന ആർച്ച് ബിഷപ്പ് ഒരുപാട് കാപട്യത്തിലൂടെ, കള്ളത്തരത്തിലൂടെ, വഞ്ചനയിലൂടെ, ഉപായത്തിലൂടെ, കബളിപ്പിക്കലിലൂടെ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു സഭയിൽ ഭിന്നത വരുത്തി. സഭയിൽ നിന്ന്
അനേകം ആളുകളെ ലത്തീൻ പാരമ്പര്യത്തിലേക്ക് അല്ലെങ്കിൽ കത്തോലിക്ക വിശ്വാസത്തിന്റെ അനുഭവത്തിലേക്ക് അടർത്തിയെടുക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് ഈ ഉദയം പേരൂർ സുന്നഹദോസിന്റെ ഒരു ബാക്കിപത്രമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. യൂണിറ്റ് 3 പാഠം 5 വരെ നമ്മളിപ്പോൾ കണ്ടു. ഇനി അടുത്തത് പാഠം 6, യൂണിറ്റ് 3 പാഠം 6 ഇനി അടുത്ത ആഴ്ചയിൽ നമ്മൾ തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് യൂണിറ്റ് 4 1ഉം 2ഉം പാഠങ്ങളും പഠിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഓക്കെ, ഇത്രയും ആണ് ഇന്ന് നമ്മൾ. നിങ്ങളിത് വായിച്ചെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. അടുത്ത ആഴ്ച തീർച്ചയായിട്ടും ഈ ഭാഗങ്ങൾ ഒന്ന് വായിച്ച് ഒരു ചെറിയ ഐഡിയ മനസ്സിൽ കൊണ്ടുവരുന്നത് നല്ലതാണ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, ഈ സീസ്മ എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താ? സ്കിസം, ഇംഗ്ലീഷിൽ സ്കിസം എന്ന് പറയുന്നത്, അതായത് എന്താ പറയുന്നത്, സഭയിൽ ഉണ്ടാകുന്ന പിളർപ്പ് അല്ലെങ്കിൽ വേദവിപരീതം, സ്കിസം, അശീഷ്മ. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ആരത്? ഈ ഉദയം പേരൂർ സുന്നഹദോസില് ഒരു പോസിറ്റീവ് ഇതായിട്ട് ഞാൻ കാണുന്നത്, നമ്മുടെ മലങ്കരയിലുള്ള വിശ്വാസം നെസ്റ്റോറിയസ് വിശ്വാസമായിരുന്നു, അത് ത്യജിക്കണമെന്നുള്ള ഒരു ഡിമാൻഡാണ്. അപ്പോൾ എൻ്റെ ഒരു സംശയം, ഞാൻ മനസ്സിലാക്കിയതിന്റെ കുഴപ്പമാണോ എന്നറിയില്ല, നമ്മള് ആ സമയത്ത് അന്ത്യോക്യ വിശ്വാസത്തിലേക്ക് ഹെൽപ്പിന് ചോദിക്കാനുള്ള കാരണം എന്താണ്? മറ്റ് പൗരസ്ത്യ സഭകളിലേക്ക് ഹെൽപ്പ് ചോദിക്കാതെ, ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ച് ഉണ്ട്, മറ്റ് പേർഷ്യൻ സഭകളിലേക്ക് ഹെൽപ്പ് ചോദിക്കാതെ നെസ്റ്റോറിയസ് വിശ്വാസം ഇല്ലാത്ത അന്ത്യോക്യയിലേക്ക് നമ്മൾ ഹെൽപ്പ് ചോദിക്കാനുള്ള കാരണം എന്തായിരിക്കാം? ഒന്ന് പറയാം. നമ്മൾ അന്ത്യോക്യയിലല്ല ഹെൽപ്പ് ചോദിച്ചത്, അത് നമ്മൾ അടുത്ത പാഠങ്ങളിൽ വരുന്നുണ്ട്. നമ്മൾ ഹെൽപ്പ് ചോദിച്ചത് അലക്സാണ്ട്രിയയിലാണ്. അലക്സാണ്ട്രിയൻ പാത്രിയർക്കീസിന്റെ ഹെൽപ്പാണ് നമ്മൾ ചോദിച്ചത്. പക്ഷേ ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ബിഷപ്പ് അത് മനസ്സിലാക്കിക്കൊണ്ട്, അന്ത്യോക്യയുടെ കീഴിൽ ഉണ്ടായിരുന്ന ഒരു ബിഷപ്പ് ഇത് എന്നെ അയച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ വരികയാണ് അങ്ങനെ ചെയ്തത് എന്നാണ് നമ്മൾ അടുത്ത പാഠങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അലക്സാണ്ട്രിയയിലുള്ള വിശ്വാസം നെസ്റ്റോറിയസ് വിശ്വാസമായിരുന്നു അല്ലല്ലോ? അത് അല്ല. ഓക്കെ. താങ്ക് യു. ഓക്കെ. അത് നമ്മൾ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്, അടുത്ത പാഠങ്ങളിലുണ്ടത്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇന്ന് തീരെ ആള് കുറഞ്ഞു പോയല്ലോ ജിജി, എന്ത് പറ്റി? അറിയില്ല എന്താ പറ്റിയത്. ഇവിടെ ആണെങ്കിൽ വെതർ ഉണ്ട്, വളരെ സിവിയർ വെതറാണ്. കൊടുങ്കാറ്റും അതിഭയങ്കരമായ മഴയും. ഉച്ചയ്ക്കൊക്കെ നല്ല രാത്രി പോലെ ഇവിടെ തോന്നിയത്. ഇപ്പോഴും അത് തന്നെയാണ്. ഇപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്ന പല സ്ഥലങ്ങളിലും കല്യാണങ്ങളോ അതുപോലെ തന്നെ ഈ ഗ്രാജുവേഷൻ ഒക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊക്കെയുള്ള സെന്റ് ഗ്രിഗോറിയോസിന്റെ പ്രോഗ്രാം നടക്കുക ഇന്ന്, അതുകൊണ്ട് പള്ളിക്കാര് പലരും ഹൂസ്റ്റണിൽ നിന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഓക്കെ. അങ്ങനെ പല സ്ഥലങ്ങളിലും പല കാര്യങ്ങളാണ്. ഈ പുസ്തകം വായിച്ച് പഠിക്കാനുള്ളതേ ഉള്ളൂ, ഞാൻ ജസ്റ്റ് ഒരു ഗൈഡ് എന്നുള്ളതേ ഉള്ളൂ ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. താങ്ക് യു സോ മച്ച് എവരിവൺ ഫോർ അറ്റൻഡിങ്. താങ്ക് യു ജിജി ഫോർ ദ കോർഡിനേഷൻ. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിന്റെ നാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ ഞങ്ങളെ സ്ലീവായ ശുദ്ധമുള്ള കൂടെ ചമയ്ക്കണമേ. ത്തിലും ദൈവത്വത്തിന്റെ മറച്ചുകൊള്ളണം. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസവും നാം അവരോടും കൂടെ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. ഈ വരുന്ന വീക്കെൻഡ് ഹ്യൂസ്റ്റൺ ഡാളസ് ഏരിയയുടെ ഫാമിലി കോൺഫറൻസ് ആണ്. അപ്പം തേഴ്സ്ഡേ ടു സാറ്റർഡേ അവിടെ ആയിരിക്കും. അതുകൊണ്ട് അതിനു മുമ്പ് എന്തെങ്കിലും ക്ലാസ് പ്രിപ്പയർ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, നമുക്ക് പ്രാർത്ഥനയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗുഡ് നൈറ്റ്.